അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഒരു 5-8 ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് നേരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കപ്പം നിങ്ങളുടെ ലൈഫിൽ ഏതാണോ റിലേറ്റഡ് ആയിട്ടുള്ളത് അതിൽ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ആ ഐഡിയ വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് ഫ്രണ്ട് സോണിനെ കുറിച്ച് സംസാരിക്കാം. ഫ്രണ്ട് സോണിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ കാണും. മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ഫ്രണ്ട് വൈബിൽ മിണ്ടിക്കൊണ്ടിരുന്നിട്ട് അട്രാക്ഷൻ വരുത്താൻ ചിന്തിക്കരുത്. ഓക്കെ, അതായത് ഫ്രണ്ട് വൈബിൽ മിണ്ടിയ ഫ്രണ്ടായിട്ടേ വിചാരിക്കത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞത് എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ഗേളിനെ ഫ്രണ്ടായിട്ട് കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അതായത് നിങ്ങളൊരു ഗേൾ മിണ്ടുന്നുണ്ട്, അവളെ നിങ്ങൾ ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നുള്ളെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ നിങ്ങളോടും ഫ്രണ്ടായിട്ട് മാത്രമേ തിരിച്ച് മിണ്ടുന്നുള്ളെങ്കിലോ അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊന്നും തോന്നത്തില്ല അവളോട്. ഓക്കെ, അതായത് നിങ്ങൾ ഫ്രണ്ടായിട്ട് മിണ്ടുന്നു, അവളും തിരിച്ചിങ്ങോട്ട് ഫ്രണ്ടായിട്ട് മിണ്ടുന്നു. ഓക്കെ, നാളെ ഒരു കല്യാണം കഴിയുമ്പോൾ അവൾ പറയുകയാണ് എനിക്ക് നിന്നെ അന്ന് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? നീ അന്ന് എന്നോട് അത് സൂചിപ്പിച്ചില്ലല്ലോ, അന്ന് നീ എന്നോട് ഒരു താല്പര്യം പോലും കാണിച്ചില്ലല്ലോ എന്ന് പറയത്തില്ലേ? ഇതേ കാര്യം തന്നെ അപ്പുറത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഫ്രണ്ട് വൈബിൽ തന്നെ മിണ്ടി ഇരുന്നിട്ട് പ്രേമത്തിലോട്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് അങ്ങനെ ആയിരിക്കും, നീ ഫ്രണ്ടായിട്ട് മിണ്ടി ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അവർ ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എല്ലാത്തിലും. ഓക്കെ, അങ്ങനെ വിചാരിച്ചത്. ഞാൻ പറയട്ടെ, ഫ്രണ്ടായിട്ട് മിണ്ടുമ്പോൾ നിങ്ങളോട് ഇനിഷ്യേറ്റീവ് ആയിരിക്കും, ഫ്രണ്ടായിട്ട് മിണ്ടുമ്പം ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് ആയിരിക്കും, മിണ്ടുമായിരിക്കും. ഓക്കെ, അതായത് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അവരിങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, അവരിങ്ങോട്ട് വിളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അത് ഫ്രണ്ട് വൈബിലായിരിക്കും നിങ്ങളോട് ഇങ്ങോട്ട് മിണ്ടുന്നത്. ഓക്കെ, അവിടുന്ന് ഡെവലപ്പ് ആകത്തില്ല. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊരു കാര്യം അവർക്ക് അറിയത്ത് പോലുമില്ല, അവർക്ക് നിങ്ങളോടും താല്പര്യമില്ല. അതുകൊണ്ട് രണ്ടിടത്തുനിന്നും അവർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകാനുള്ള ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ചിലരൊക്കെ ഫ്രണ്ടായിട്ട് കുറേ നാൾ മിണ്ടിയിട്ടൊക്കെ ലവറായിട്ടുണ്ടല്ലോ. അവിടെ ആ കേസുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് രണ്ടുപേരും ഫ്രണ്ട് വൈബിലായിരിക്കും മിണ്ടിയത്. ഓക്കെ, അതായത് ആ പയ്യനും ആ പെണ്ണിനോട് പ്രേമമൊന്നും കാണത്തില്ല, ഫ്രണ്ടായിട്ടായിരിക്കും മിണ്ടിയത്. ഈ പെണ്ണും അതുപോലെ തന്നെ ഫ്രണ്ടായിട്ട് തന്നെ മിണ്ടുമായിരിക്കും. രണ്ടുപേരോട് ഫ്രണ്ടായിട്ട് തന്നെ മിണ്ടിക്കൊണ്ടിരുന്നിട്ട്, അതായത് രണ്ടുപേർക്കും പ്രേമിക്കണമെന്നുള്ള ഐഡിയ ഇല്ല. പെട്ടെന്ന് ഒരു സ്റ്റേജിൽ അവർക്ക് എന്തോ അറ്റാച്ച് ആയിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അവർ പോലും അറിയാതെ അവൈലബിലിറ്റി ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, സൈക്കോളജിക്കലി അവർ പോലും അറിയാതെ കറക്റ്റായിട്ട് എഴുതണം. ഇപ്പോൾ അവൈലബിലിറ്റിയുടെ കാര്യം പറയാം. അവൈലബിലിറ്റി നിങ്ങൾ എടുത്തോ, നിങ്ങൾ പോലും അറിയാതെ അവൈലബിലിറ്റി കറക്റ്റായിട്ട് കൊടുക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നല്ല ബിസി ആയിട്ടുള്ളൊരു പയ്യനാണെങ്കിൽ അവൻ്റെ ക്രഷിന് കറക്റ്റ് അവൈലബിലിറ്റി കറക്റ്റായിട്ട് കൊടുക്കും. കാരണം അവൻ തിരക്കായതുകൊണ്ട് തന്നെ അവൻ വിചാരിച്ചാൽ ആ പെണ്ണിനോട് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം അവൻ പോലും അറിയാതെ അവൻ ഡെയിലി ഒരു മണിക്കൂറൊക്കെ ചാറ്റ് ചെയ്യത്തുള്ളായിരിക്കും, കോൾ ചെയ്യത്തുള്ളായിരിക്കും. അപ്പോൾ അവൻ പോലും അറിയാതെ അവൈലബിലിറ്റി കറക്റ്റായിട്ട് കൊടുത്ത്. അതുപോലെ നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് റിലേഷനൊക്കെ എടുത്ത് നോക്കിയാൽ അവിടെ അവർ പോലും അറിയാതെ സൈക്കോളജിക്കലി കുറേ കാര്യം കറക്റ്റായിട്ട് ബിഹേവ് ചെയ്ത് കാണും. ആ പയ്യൻ അങ്ങനെ ചേസ് ചെയ്യത്തില്ലായിരിക്കും. ഓക്കെ, ആ പയ്യന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണെങ്കിൽ അപ്പോഴും നോമ്പ് പോയി പിന്നാലെ നടക്കത്തില്ലായിരിക്കും. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം അവർ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്ത് കാണും. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി വേറെ ഒരു ചോദ്യം പറയും, അങ്ങനെയാണ് എനിക്കറിയുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്, ഫ്രണ്ടായിട്ട് മിണ്ടിയിട്ടാണല്ലോ വളച്ചേം ചോദിക്കും. അതിൽ നിങ്ങൾ അറിയേണ്ടത്, അവർ അവസാനം വരെ ഫ്രണ്ടായിട്ട് മിണ്ടി അല്ല വളച്ചത്. അവർ ഫ്രണ്ടായിട്ട് മുമ്പ് മിണ്ടി കാണും. ഫ്രണ്ടായിട്ട് മിണ്ടിയിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞത് മുതൽ അവരെന്ത് ചെയ്യും, ഓപ്പോസിറ്റായിട്ട് തന്നെ മിണ്ടി തുടങ്ങി കാണും. ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചോ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യത്തോടെ സംസാരിച്ച് തുടങ്ങി കാണും. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ അറിയണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫ്രണ്ടായിട്ട് മിണ്ടിക്കൊണ്ടിരുന്നു എന്ന് വിചാരിച്ചോ, ഫ്രണ്ടായിട്ട് മിണ്ടിയിട്ട് തന്നെ അവരിപ്പം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കയ്യിൽ പിടിക്കുമായിരിക്കും. അവർ എപ്പോഴും നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും. അവർ നല്ല ഫ്രണ്ട് വൈബിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ എന്ത് പറ്റും, പിന്നെ അവർ കയ്യിലൊക്കെ പിടിക്കാൻ തുടങ്ങും, നല്ലപോലെ ടച്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതുപോലെ പിന്നെ അങ്ങോട്ട് മുന്നിട്ട് പോകുന്തോറും അവർ ഈ ടച്ച് ഇതെല്ലാം കൂടി അടുത്തടുത്ത് വരാൻ തുടങ്ങും. ആ പെണ്ണും ഫ്രണ്ട് വൈബ് ഇരുന്ന് തന്നെ ആ പയ്യനോട് ടച്ചൊക്കെ ചെയ്യാൻ തുടങ്ങും. ആ പെണ്ണിനും ഇൻട്രസ്റ്റ് വന്നതാണ്. കാരണം അവന് ഇൻട്രസ്റ്റ് കാണിച്ചല്ലോ. ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇൻട്രസ്റ്റ് കാണിച്ചാണ് അത് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നല്ല മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫ്രണ്ട് വൈബിൽ മാത്രം, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പെണ്ണിനെ വളയ്ക്കാൻ നോക്കുകയാണ്, അതിനുവേണ്ടി നിങ്ങൾ ഫ്രണ്ട് സോണിൽ നിന്ന് പുറത്ത് പോകാൻ വേണം. പക്ഷേ നിങ്ങൾ അവളോട് സംസാരിക്കുമ്പം ഫ്രണ്ട് വൈബിലേ സംസാരിക്കത്തുള്ളൂ. ഇത് രണ്ടുകൂടെ നടക്കത്തില്ല. ഓക്കെ, മനസ്സിലായേ? അതായത് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ഒരു പശുവിനെന്താ, പശു പുല്ലാണ് തിന്നുന്നത്. ഓക്കെ, പുല്ല് മാറ്റിയിട്ട് അതിന് വേറെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയാണ്. നമ്മളിപ്പം വേറെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമെന്ന് വിചാരിച്ചു, അത് പുല്ലാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുല്ല് കഴിക്കുന്ന പശുവിന് പുല്ലാണ് കൊടുക്കേണ്ട. ഞാൻ പുല്ല് കൊടുക്കത്തുമില്ല, പക്ഷേ പശു കഴിക്കാൻ വേണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങൾ അറിയേണ്ടത്, അവർക്ക് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ഒരേ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള മാർഗ്ഗം, നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കണം. അവർക്ക് നമ്മൾ ബെറ്റർ ആണെന്നുള്ള ഫീലും വരണം. ഓക്കെ, ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾ ഫ്രണ്ട് വൈബിൽ തന്നെ വീണ്ടും സംസാരിച്ചിരുന്നിട്ട് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. മനസ്സിലായി? ഇനി എപ്പോൾ മുതലാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങുന്നത്? ഞാൻ അതിനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേട്ടോ.
നിങ്ങളിപ്പോൾ ഫ്രണ്ട് വൈബിൽ മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേൾ, ഓക്കെ, അവളോട് മിണ്ടുമ്പോൾ അതൊരു 100% എന്ന് വെച്ചോ. അതായത് നിങ്ങൾ ഈ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പെണ്ണുങ്ങൾ, അതിലൊരു 20% പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളോട് ക്രഷോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെന്ന് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മിണ്ടിയാൽ നിങ്ങളോട് ഇങ്ങോട്ടും ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണും. 20%. ഒരു 100 ഗേൾസിനടുത്ത് അത് 20 ഗേൾസ്. ബാക്കിയുള്ള 80%ൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നുള്ളായിരിക്കും. ഓക്കെ, അപ്പോഴവിടെ ചെയ്യേണ്ടത്, ഈ ഫ്രണ്ടായിട്ട് കാണുന്നതിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ അതിലുള്ള 50% പെണ്ണുങ്ങൾക്കും ലൈക്കബിലിറ്റി വർക്കൗട്ട് ആവും. ലൈക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവന് എന്നെ ഇഷ്ടമാണ്, ഓക്കെ, അതായത് ഇവന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നെ തോന്നാവും. നിങ്ങളെല്ലാം കൂടെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ കാണിക്കില്ല, ഇത്ര ഫീൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ മുമ്പ്, അതിൽ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കണമെന്ന്. ഞാൻ വളവള സംസാരിക്കുന്നില്ല. അപ്പം അതിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ അവരുടെ ഫീല് ഇവൻ എന്നോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ 50% ഗേൾസിനും നിങ്ങളോട് ചെറിയൊരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും. പോകെ അതായത് മുന്നോട്ട് പോകുന്തോറും ചെറുതായിട്ട് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും. ഓക്കെ, അത് ചെറിയൊരു ഇൻട്രസ്റ്റ് മാത്രമാണ്, അത് പ്രേമമാണെന്ന് വിചാരിക്കില്ല. ചെറിയൊരു ഇൻട്രസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുള്ളായിരിക്കും. നിങ്ങൾ ഓപ്പോസിറ്റ് സെക്സായിട്ട് സംസാരിക്കുമ്പം അവർക്കൊരു ഇൻട്രസ്റ്റേ വന്നിട്ടുള്ളൂ. ഓക്കെ, അത് പ്രപ്പോസ് ചെയ്യല്ല അവിടെ കയറി. ഓക്കെ, വേറെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ 50% പെണ്ണുങ്ങൾ അവിടെ തന്നെ എന്ത് ചെയ്യും, നിങ്ങളോടും ചെറിയൊരു ഇൻട്രസ്റ്റ് വരും. അവിടെ വെച്ച് നിങ്ങൾ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടിയെടുത്താൽ ഓക്കെ, എല്ലാ പ്രോബ്ലം സോൾവ് ആവും. ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഞാനിപ്പം എൻ്റെ മെയിൻ കോഴ്സ് ഉണ്ട്, അതാണ് സൈക്കോളജി കടവൾ കോഴ്സ് ഉണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളോട് ഒരു ആവറേജ് ഇൻട്രസ്റ്റ് വന്ന് ഒരു കുറച്ചെങ്കിലും ഫ്രണ്ട് വൈബിൽ നിന്ന് മാറി കുറച്ചൊരു ഇൻട്രസ്റ്റ് വന്നാൽ അവിടെ നിന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് 100% ഇഷ്ടമാക്കി എടുക്കണം, എന്നിട്ട് എങ്ങനെ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതെടുത്തോ. അപ്പോൾ സിമ്പിളായിട്ട് ഇതറിഞ്ഞിരിക്കുക, നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ 50% പെണ്ണുങ്ങളും മാറും. അവരുടെ മൈൻഡിൽ ഇവൻ എൻ്റെ ഫ്രണ്ട് അല്ല, ഇവൻ എൻ്റെ ഓപ്പോസിറ്റ് സെക്സ് പയ്യനാണ്. ഓക്കെ, ഇവൻ ഇപ്പം നിങ്ങളുടെ പേര് അർജുൻ എന്ന് വിചാരിച്ചു. അപ്പോൾ അർജുൻ എൻ്റെ ഫ്രണ്ടല്ല, അർജുൻ എന്നോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊരു ഫീൽ കിട്ടും. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ടും അല്ല ലവറും അല്ല, അതിനിടയ്ക്ക് നിർത്തും. അതായത് ഒരു ഹാഫ് ഫ്രണ്ട് സോൺ എന്നൊക്കെ പറയും. അതായത് നിങ്ങളെ മൊത്തത്തിൽ ഫ്രണ്ട് സോണിൽ കളയത്തുമില്ല, എന്നാൽ നിങ്ങളെ ലവറായിട്ടൊന്നും സ്വീകരിക്കാനും പോകുന്നില്ല, അതിനിടയ്ക്ക് നിൽക്കുമല്ലോ. അതായത് നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ അവർ സമ്മതിക്കും. അതായത് നിങ്ങളിപ്പോൾ ചെറുതായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നത്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഫ്രണ്ട് സോൺ വീഡിയോയിൽ പറഞ്ഞ പോലൊക്കെ പെരുമാറുമ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്താൽ അതിനർത്ഥം ഓക്കെ, ഇവൻ എന്നോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നായിരിക്കും അവർ ഉള്ളിൽ ചിന്തിക്കുന്നത്. അത് വേണം, എന്നാലേ അവർക്ക് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കമ്മിറ്റഡ് ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം 50% ഓക്കെ, ബാക്കി 30% എന്ത് ചെയ്യും, അതായത് ആദ്യം ഞാൻ പറഞ്ഞു ഒരു 20% പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് ചെറിയൊരു ക്രഷ് പോലൊക്കെ കാണും. നിങ്ങൾ കാണുന്ന പെണ്ണുങ്ങളിൽ 20% പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ അതേ വാല്യൂ ഉള്ള പെണ്ണുങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ അതേ ലുക്കുള്ള പെണ്ണുങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഏകദേശം നിങ്ങളുടെ അതേ വാല്യൂ ഉള്ള പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നാൻ സാധ്യതയുണ്ട്. ബാക്കി 50% ആകുമ്പം 50%ന് ഞാൻ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് കാണിക്കണം. അപ്പോൾ എന്തോയി, മൊത്തം 70 ബാക്കി 30 ഉണ്ട്. ബാക്കി 30% പെണ്ണുങ്ങളെ വളയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വളയ്ക്കാൻ പറ്റത്തില്ല. കാരണം അവർ നല്ല ഹൈ വാല്യൂ ആയിരിക്കും. അതായത് അവരെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പയ്യന്മാർ കാണും, ഇല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു പയ്യൻ്റെ പിന്നാലെ ആയിരിക്കും. അവരുടെ സങ്കല്പത്തിലുള്ള ഒരു പയ്യൻ കാണും, ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ക്രഷ് കാണും, മനസ്സിലാവും. അല്ലെങ്കിൽ അവർക്ക് പാസ്റ്റ് റിലേഷനിൽ ഒരു എക്സ് കാണും. ഇതുപോലുള്ള കാര്യം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും നല്ല അടിപൊളി പയ്യന്മാർ, ഒരുപാട് പയ്യന്മാർ അവളെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും. ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചാലും ഒരു 30% പെണ്ണുങ്ങൾ ഡെവലപ്പ് ആവത്തില്ല, മനസ്സിലായോ? അപ്പോൾ ഈ 30% പെണ്ണുങ്ങളെ എങ്ങനെ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. കാരണം നമുക്കിപ്പം ഒരു 30% ഗേൾസിനെ വളയ്ക്കാൻ പറ്റത്തില്ല. അതിന് എത്ര വലിയ പ്ലേ ബോയ് ആണെങ്കിലും ഒരു 30% ഗേൾസിനെ വളയ്ക്കാൻ പറ്റത്തില്ല. ഇതാണ് ട്രൂത്ത്. ഓക്കെ, 20% അവരെ വളയ്ക്കാൻ പറ്റത്തില്ല. അത് വലിയ പാടുള്ള കാര്യമായിരിക്കും. അത് പറ്റത്തില്ലെന്ന് തന്നെ പറയാം. ഏത് പ്ലേ ബോയ് എടുത്താലും ഒരു 20-30% പെണ്ണുങ്ങളെ വളയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരു എണ്ണത്തിനെ വളയ്ക്കണമെന്ന് ചിന്തിക്കില്ല, അത് നടക്കത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ട വേറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഫ്രണ്ട് സോണിൽ മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ കയറി അങ്ങ് ഇൻട്രസ്റ്റ് കാണിച്ചു കളയല്ലോ. ഓക്കെ, അതായത് ഫ്രണ്ട് സോണിൽ മിണ്ടുവാണ്, ഇപ്പം നിങ്ങൾ ഉടനെ കയറി കാണിക്കാതെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കാണിക്കുക. ഓക്കെ,
അതായത് ഈ ഫ്രണ്ട് വൈബിൽ മിണ്ടുന്നതൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കണം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഫ്രണ്ട് വൈബിൽ തന്നെ എപ്പോഴും ചാറ്റ്, കോള് ഇതിലൊക്കെ ഒരുപാട് ഫ്രണ്ട് ടൈപ്പിൽ തന്നെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിന് ഡെവലപ്പ് ആകില്ല. ഓക്കെ, അതായത് എപ്പോഴാണോ നിങ്ങൾ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് സംസാരിക്കുന്നത് അപ്പോഴേ ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ വേറെ കാര്യം, അവർക്ക് നമ്മളെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് തോന്നിയാലും കുഴപ്പമില്ല. ഇത് രണ്ടും നടക്കുന്നില്ല. അതായത് നിങ്ങൾ ഫ്രണ്ട് സോണിൽ ഇരിക്കുവാണ്, അവൾ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്നില്ല, അങ്ങനെ ഇരുന്നിട്ട് ഫ്രണ്ടായിട്ട് തന്നെ പോയാൽ എന്ത് പറ്റും? നിങ്ങൾ അവസാനം വരെ ഫ്രണ്ട് സോണിൽ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാദ്യത്തെ ടോപ്പിക്ക്. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ, എന്തിന് നിങ്ങൾ ഒരു ഗേളിനെ ചേസ് ചെയ്യാൻ പാടില്ല? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഒരു പെണ്ണിനെ ചേസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ടിപ്പ് കാണും. പെണ്ണുങ്ങൾ നമ്മുടെ പിന്നാലെ ചേസ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യം കാണും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം എന്തുകൊണ്ട് ഒരു പെണ്ണിനെ നിങ്ങൾ ചേസ് ചെയ്തുകൂടെന്ന് പറയുന്നതിൻ്റെ കാരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണിനെ കാണുവാണ്. ആദ്യമായിട്ടൊരു പെണ്ണിനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അവളെക്കുറിച്ച് അറിയാൻ. ഓക്കെ, അതുപോലെ അവൾക്ക് നിങ്ങളോടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങളോടൊരു മിസ്റ്ററി കാണും. ഓക്കെ, ഈ പയ്യൻ ഏതാണ്, അപ്പം ഇവൻ ഏത് ബാച്ചാ, ഏത് കോളേജാണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവൾക്കുള്ളിലൊരു മിസ്റ്ററി കാണും. ഇവനെക്കുറിച്ച് അറിയണം, ഇവൻ ആരാന്നറിയണം. ഓക്കെ, ഇവൻ എന്നോട് താല്പര്യം ഉണ്ടായിരിക്കുമോ, ഇവൻ എന്നെ നോക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണും. ഓക്കെ, അപ്പം അവൾ നോക്കുമ്പോഴേ നിങ്ങൾ 24 മണിക്കൂർ അവളെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പം തന്നെ അവളുടെ ഫീൽ എന്തോ, അവൾക്കൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായി? പെണ്ണുങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന മികപ്പരി എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ടേൺ ഓഫ് ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ഇവ എന്നെ തന്നെ നോക്കുന്നത് എന്നൊരു ഇത് കിട്ടി. ഓക്കെ, അവർക്ക് കിട്ടേണ്ട ഫീല്, ഞാൻ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്, ഒരു പയ്യൻ അവൻ എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അവൻ ഇടയ്ക്കൊക്കെ എന്നെ നോക്കുന്നുണ്ട്, അപ്പോൾ എന്നോട് ചെറിയ എന്തെങ്കിലും തോന്നിക്കാണോ, അതുകൊണ്ടായിരിക്കും നോക്കുന്നത്. അപ്പം എന്താണ്, അവൾക്കും ആ ഫീൽ തന്നെ ഉണ്ട്, ഇവൻ എന്നെ നോക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ അവനെ നോക്കാം എന്നൊരു ഫീൽ കേട്ടോ. ഓക്കെ, അതല്ലാതെ നിങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടെ നിങ്ങളുടെ ആവശ്യം പോലെ അപ്പോഴും നിങ്ങൾ ഒത്തിരി ചേസ് ചെയ്യുന്ന പോലെ തോന്നും. അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹൈ വാല്യൂ ആയിരിക്കണം. ഞാൻ പറഞ്ഞുതരാം, ഒരു പെണ്ണ് നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നല്ല ലുക്കിൽ നിൽക്കണം. ഓക്കെ, നല്ല ലുക്കുണ്ട്, അല്ലെങ്കിൽ നല്ല റിച്ച് ഡ്രസ്സിൽ നിൽക്കുകയാണ്. തുടക്കത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി അധികമായിട്ട് നോക്കിയാൽ അവൾ കാര്യമായിട്ട് എടുക്കത്തില്ല. കാരണം അവൾ ചിന്തിക്കുന്നത് ഒരു ബെസ്റ്റായിട്ടുള്ളൊരു പയ്യൻ എന്നെ നോക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്ന് ചിന്തിക്കും. ഓക്കെ, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ അത് എക്സാമ്പിൾ തന്നെ. ഹൃത്തിക് റോഷനാണ് ഒരു പെണ്ണിന് ഡെയിലി അവൈലബിളായിട്ട് മെസ്സേജ് അയച്ചാൽ പോലും, ഫ്രണ്ടായിട്ട് സംസാരിച്ചാൽ പോലും അവൾ ചിന്തിക്കുന്നത് ഹൃത്തിക് റോഷൻ എന്നോട് ഫ്രണ്ടായിട്ട് സംസാരിക്കണം, പക്ഷേ ഞാനെങ്ങനെയും അവനെ ഇമ്പ്രസ് ചെയ്യണം, ഞാനെങ്ങനെയും അവനിപ്പോൾ ഡെയിലി ഗുഡ് മോർണിംഗ് അയച്ചുകൊണ്ടിരുന്നാൽ ഇവൾ ചിന്തിക്കുന്നത് ഹൃത്തിക് റോഷൻ എനിക്ക് മെസ്സേജ് ഇടുന്നത് എനിക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ചിന്തിക്കും. എന്തുകൊണ്ട്? ഡിഫറൻസ് എന്തോ, നമ്മൾ ഇടുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അവനിടുമ്പോൾ ചിന്തിക്കുന്നത്. കാരണം അവന് ഹൈ വാല്യൂ ആയിട്ടാണ്. ഓക്കെ, അതായത് തുടക്കത്തിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, നിങ്ങൾ ഇച്ചിരിയൊക്കെ ചേസ് ചെയ്താലും അറിയത്തില്ല. ഇതാണ് പോയിൻറ്റ്. ഓക്കെ, അതുപോലെ ചേസ് ചെയ്യണം. അവർക്ക് ചേസ് ചെയ്യണമെന്ന് എപ്പോഴാണ് തോന്നുന്നത്? നമ്മൾ ചേസ് നിർത്തി, അതായത് നമ്മൾ ചേസ് ചെയ്യുന്ന ഒരാളല്ല എന്നൊരു ഫീൽ കിട്ടുമ്പോഴാണ് അവർക്ക് ചേസ് ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ 24 മണിക്കൂറും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എഫർട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ അത് എക്സാമ്പിൾ വീണ്ടും പറയുകയാണ്. ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കണം, എപ്പോഴും ഞാനിങ്ങനെ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നെ ഒരാൾക്ക് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ തോന്നും? ഇല്ല, ഞാൻ ഓൾറെഡി ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ അവർക്ക് ഉള്ളിലൊരു ചിന്തയുണ്ട്, ഇവനെ ചേസ് ചെയ്യണം, ഇവനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയണം, ഇവൻ ആരാന്നൊക്കെ അറിയണം, ഇവൻ ആരാന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കണം. ഇല്ല, മാസ്റ്റർ സിനിമയ്ക്കകത്ത് വിജയ് ഉണ്ടല്ലോ, വിജയെക്കുറിച്ച് അവൾ അന്വേഷിക്കുന്നതൊക്കെ പോലെ. ഓക്കെ, അതുപോലെ ഒരു നമ്മളെക്കുറിച്ച് അവളാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്, അവളാണ് നമ്മളെ കഷ്ടപ്പെട്ട് നമ്മുടെ അറ്റൻഷൻ പിടിച്ചു വാങ്ങിയത് എന്നൊക്കെ ഒരു ഫീൽ കിട്ടണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ വാരിക്കോരി കൊടുക്കാതിരിക്കണം. മനസ്സിലായി? ഓക്കെ, എന്നാലേ ആ ഒരു ഫീൽ അവർക്ക് കിട്ടൂ. അതല്ലാതെ അവർ ചിന്തിക്കുന്നത്, നിങ്ങളിപ്പം ഒരു ജസ്റ്റ് സംസാരിക്കാൻ മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരു പെണ്ണാണ്, അവളോട് നിങ്ങളൊന്ന് പ്രപ്പോസ് ചെയ്ത് അവൾ ചിന്തിക്കുന്നത് എന്തുവാ, ഞാൻ ഈ താഴെയോട് ഒരു സംസാരിക്കാനുള്ള ചെറിയ താല്പര്യം കാണിക്കത്തുള്ളൂ, ഇവനെന്തോ ഇങ്ങനെ എന്നോട് താല്പര്യം കാണിക്കുന്നതെന്ന് ചിന്തിക്കും. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ സെയിൽസിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളിപ്പം ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്കത് ജസ്റ്റ് നോക്കാനുള്ള താല്പര്യമുള്ളപ്പം എനിക്ക് വിൽക്കാൻ നല്ല താല്പര്യമുണ്ട്, എനിക്കത് വിൽക്കാൻ നല്ല താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ നല്ല താല്പര്യമില്ല. അപ്പം ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നാലോ, സാറേ എടുക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെന്ത് ചിന്തിക്കും? ഞാൻ ഇവൻ്റെ പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കുന്നേ ഉള്ളൂ, താല്പര്യം ഇല്ല എനിക്ക്, ഇവനെന്തിനാ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതെന്ന് ചിന്തിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ തുടങ്ങും ആ പ്രോഡക്റ്റിന്. അതുപോലെ നിങ്ങളായാലും ഇങ്ങനെ തന്നെ. ഇപ്പം ഞാൻ പറയാം, നിങ്ങളൊരു പെണ്ണിനോട് ജസ്റ്റ് ഫ്രണ്ടായിട്ടുമുണ്ട്, അവൾക്കിപ്പോൾ ഭംഗിയില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഭംഗി കുറവാണ്, അല്ലെ ഇപ്പോൾ ഞാൻ പറയുവാണ്, അവളിപ്പോൾ നല്ല ഇച്ചിരി തടിച്ചിരിക്കുന്ന പെണ്ണാണ്. ഓക്കെ, നല്ല തടിയുള്ള പെണ്ണാണ്. നിങ്ങളില്ലെന്നൊന്നും പറയണ്ട, തടിയുള്ള ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഫസ്റ്റ് സൈറ്റിലാവുമെന്ന് നമുക്ക് തോന്നാറില്ലല്ലോ. തടിയുള്ള പെണ്ണിനോട് ഫസ്റ്റ് സൈറ്റിലാവും തോന്നും. തടിയുള്ള ഇച്ചിരി നല്ല കളർ കുറഞ്ഞ ഇച്ചിരി ഗുണ്ടായിട്ട് തടിച്ചിരിക്കുന്നൊരു പെണ്ണ്, അവളോട് നമുക്ക് ഇഷ്ടമേ കാണത്തില്ല. ഓക്കെ, ആ പെണ്ണ് ഒരു പയ്യനോട് അങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്താലും അവളെന്ത് പറയും? ഇല്ല എനിക്ക്
അപ്പം നല്ല അഗ്ലി ആയിട്ടുള്ള ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താൽ ആണുങ്ങൾ പറയും ഇല്ല എനിക്ക് ലൈൻ അടിക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് റിലേഷൻഷിപ്പിനൊന്നും താല്പര്യമില്ല, ഞാനിങ്ങനെ സിംഗിളായിട്ടിരിക്കാനാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലൊരു പെണ്ണ് നമ്മളെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും നമ്മുടെ പിന്നാലെ നടക്കുന്നത്, അവൾ ഗുഡ് മോർണിംഗ് ഇട്ടാലും ഗുഡ് ആഫ്റ്റർനൂൺ ഇട്ടാലും എല്ലാം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്തുവാ, ഇവളെന്ത് ഇങ്ങനെ ഇത് ചെയ്യുന്നത് എന്നൊരു ചിന്തയായിരിക്കും. ഓക്കെ, അവൾക്ക് നമ്മളൊരു വിലയും കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോഴും തുടക്കത്തിൽ ഒരു പെണ്ണ് നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ മിണ്ടിക്കൊണ്ടിരിക്കുമ്പം അവൾ നമുക്കൊരു ബേസിക് വില തരുന്നുണ്ട്, ഒരു നോർമൽ വില. ഓക്കെ, നമ്മൾ ബിഹേവ് അതായത് നമ്മൾ ഇതുപോലെ അവർക്ക് താല്പര്യമില്ലാത്തപ്പോൾ ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് ചേസിങ് ആയിട്ട് തോന്നും. അതുകൊണ്ട് അവരെ ഉള്ളിൽ ചിന്തിക്കുന്നത് ഇവനോടൊരു ബേസിക് വില ഉണ്ടായിരുന്നു, ഇവനെ കണ്ടപ്പോഴൊക്കെ ഒരു വില ഉണ്ടായിരുന്നു, ഇവനോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു വില ഉണ്ടായിരുന്നു, അവൻ തന്നെ അത് കളഞ്ഞല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ ലവർ ആയാലും ഇങ്ങനെ തന്നെ ചിന്തിക്കും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ലുക്ക് കണ്ടോ, നിങ്ങളുടെ കാശ് കണ്ടോ, എന്തോ കണ്ട് അട്രാക്റ്റ് ആയപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ തന്നിട്ട് റിലേഷൻഷിപ്പിൽ വന്നു. ഓക്കെ, റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ നിങ്ങൾ ഒരു വിലയില്ലാത്തവനെ പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ പെരുമാറുമ്പം അവർ ചിന്തിക്കുന്നത് തുടക്കത്തിൽ ഞാൻ ഇവനോട് നല്ലൊരു വില കൊടുക്കുന്നുണ്ടായിരുന്നു, എടാ നിന്നോട് എനിക്കൊരു വിലയുണ്ടായിരുന്നു, ഇപ്പോൾ ആ വിലയില്ല എന്നൊരു ഇത് വരും. മനസ്സിലായോ? ചില പെണ്ണുങ്ങൾ അവർ തന്നെ പറയും എനിക്ക് മുമ്പുള്ള ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇല്ല. ഓക്കെ, എന്താ കാര്യം? അതായത് അവർക്ക് ചേസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊന്ന് ഇത് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങളെല്ലാം കൂടെ വാരിക്കോരിയും കൊടുത്താൽ മനസ്സിലായോ അവർക്ക് ഇൻട്രസ്റ്റ് വരത്തില്ല, അതങ്ങ് മറന്നു തരും എന്നേ പറയാൻ പറ്റൂ. അതായത് നിങ്ങൾ ലിമിറ്റിട്ട് വേണം നിൽക്കാൻ. ഓക്കെ, ഒരുപാടങ്ങ് അവർക്ക് വേണ്ടി ചേസ് ചെയ്യല്ലോ, ഒരുപാട് അവർക്ക് വാരിക്കോരി എല്ലാം കൊടുക്കുന്നപോലെ ഇരിക്കല്. ഇപ്പോൾ ഹെൽപ്പിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഫ്രണ്ട് ടൈപ്പിൽ ഇരിക്കണമെന്ന് വെച്ചോ, ഫ്രണ്ട് ടൈപ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ ലവ് കിട്ടത്തില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ട എന്താണ് ലവ്, അവളുടെ ലവ് ആണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ ഫ്രണ്ട് ടൈപ്പിൽ ഒരുപാട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ അതൊക്കെ മതി എന്ന് പറഞ്ഞ് ഒരുപാട് അവിടെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവളുടെ ചിന്ത ഇവനല്ലേ ഫ്രണ്ട് വൈബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ റിലേഷൻ അങ്ങനെ ഒരു ചിന്ത അവളുടെ ഉള്ളിൽ വരുത്തുമല്ലോ. ഓക്കെ, അതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട് വൈബ് മാക്സിമം കുറയ്ക്കണം. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിപ്പം അവളിപ്പോൾ ഹെൽപ്പ് ചോദിക്കുകയാണ്, അത് ചെയ്താൽ ഇത് ചെയ്താൽ, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്ന പോലെ, എപ്പോഴും ചെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം നിങ്ങൾ ആ ഫ്രണ്ട് വൈബിൽ ഒരുപാട് അവൈലബിൾ ആകും തോറും ആ റിയലായിട്ടുള്ള ആ ലവ് വൈബ് ഉണ്ടല്ലോ അത് അവരുടെ ഉള്ളിൽ കുറഞ്ഞു വരും. അതിനുള്ള പ്ലാനും അല്ലെങ്കിൽ റിലേഷന് വേണ്ടിയുള്ള ആ ഒരു ചിന്ത അവളുടെ ഉള്ളിൽ കുറഞ്ഞു വരും. അത് മൊത്തത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ല. ഓക്കെ, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞല്ലോ, പല വീഡിയോയിലും ഞാൻ പറഞ്ഞു 40% താഴെ വന്നാൽ പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന പാടാണ്. പിന്നെ നിങ്ങൾ അറിയേണ്ട വേറെ കാര്യമുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ ഈ ടൈപ്പ് ആയിരിക്കും, ഞാനിപ്പോൾ പറയുന്ന ടൈപ്പ് ആയിരിക്കും. ഒരു പെണ്ണിനോട് തുടക്കത്തിൽ നല്ലപോലെ വേണ്ടി കാണും, എന്നിട്ട് അവളുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞാണ്. ഓക്കെ, അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സൈക്കോളജിക്കൽ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാനാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എഫേർട്ട് കൂടുതലെടുക്കുന്നത്. അതുപോലെ 1-2 ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് മാത്രമല്ല, അത് മേജറായിട്ട് ഒരു 14-15ഓളം മിസ്റ്റേക്ക് ഉണ്ട്. അത് ഫ്രീ ആയിട്ട് പറയാക്കത്തില്ല. അത് കോഴ്സിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോഴ്സ് എടുക്കാം. നിങ്ങൾ മേജോറിറ്റി അറിഞ്ഞിരിക്കേണ്ടത് എഫേർട്ട് കൂടുതലെടുക്കുന്ന ആ ഒരു മിസ്റ്റേക്ക് മാത്രമാണ്. ഓക്കെ, എഫേർട്ട് കൂടുതലെടുക്കുന്നത്, നിങ്ങൾ എല്ലായിടത്തും എഫേർട്ട് കൂടുതലെടുക്കുന്ന ആ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ രണ്ടാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾ അടുത്ത ലെവലിലോട്ട് പോയി കാണത്തില്ല. ഓക്കെ, നിങ്ങൾ അതായത് കോൺവെർസേഷനിൽ നിങ്ങൾ അടുത്ത ലെവലിൽ പോകത്തില്ല. അപ്പം ചാറ്റാണെങ്കിൽ ചാറ്റിൽ നിന്ന് കോളിലോട്ട് പോകണം, കോളിൽ നിന്ന് ഇതിലോട്ട് പോകണം. ഓക്കെ, അതായത് തുടക്കത്തിൽ നിങ്ങളോട് നല്ലപോലെ മിണ്ടുമ്പോൾ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവളുടെ ഉള്ളിലുള്ള ചിന്ത ഇപ്പം ഓക്കെ ഏതെങ്കിലും ഒരു വിവേക് എന്ന് വിചാരിച്ചു, വിവേകിന് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് വിവേകിനോടുണ്ട്, അപ്പം ഇതൊരു റിലേഷൻ ആവും എന്ന് വിചാരിച്ച് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നോക്കുമ്പോഴേ നിങ്ങൾ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, അടുത്ത ലെവലിലോട്ട് പോകുന്നില്ല. ഇത് അവൾ മനഃപൂർവ്വം ചിന്തിക്കുന്നതല്ല, ഉള്ളിൽ നടക്കുന്നതാണ്. അവളുടെ ഉള്ളിൽ ഇത്ര അറിയത്തുള്ളൂ, എന്തോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊരു ചിന്തയായിരിക്കും വരുന്നത്. അപ്പോൾ അവൾ പോലും അറിയാതെ അവൾ എന്ത് ചെയ്യണം, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, മനസ്സിലായി? അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടത്. അത് ചെയ്യാതിരുന്നുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു പെണ്ണിനോട് നല്ലപോലെ മിണ്ടാൻ മാത്രമേ അറിയൂ, അല്ലാതെ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അറിഞ്ഞൂടാ, അടുത്ത ലെവലിലോട്ട് പോകാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അത് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഫ്രണ്ട് സോണി ആയത് എന്തുകൊണ്ടാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ ഓവറായിട്ട് ചേസ് ചെയ്തുകൊണ്ടാണോ, ഫ്രണ്ടായിട്ട് അവളൊന്ന് മിണ്ടി തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് അവളെ ചേസ് ചെയ്തുകൊണ്ടാണോ? ഓക്കെ, അതോ നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് മിണ്ടാൻ മാത്രമേ അറിയൂ, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനാണോ അറിയാത്തത്? അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പെണ്ണുങ്ങളോട് നിങ്ങൾ മിണ്ടുന്നുണ്ടായിരിക്കും, ഡെവലപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് അടുത്ത ലെവലിലോട്ട് പോകാനാണ് അറിഞ്ഞൂടാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങളുടെ ഇതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറെ കാര്യം, നിങ്ങൾ ഒരു പെണ്ണിനോട് വെറുതെ കിടന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം, ഒരു പെണ്ണിൻ്റെ മുമ്പിൽ ഹൈ വാല്യൂ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവളിപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഗെയിം മനഃപൂർവ്വം, അതായത് അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്ന പെണ്ണായിരിക്കും, വിളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ എപ്പോൾ വിളിച്ചാലും 5 റിങ് കഴിഞ്ഞിട്ടേ നിങ്ങൾ എടുക്കും. അതായത് അവളെ വെയിറ്റ് ചെയ്യിക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, എൻ്റെ കൂട്ടുകാരൻ. ഓക്കെ,
കൂട്ടുകാരൻ ഈ സൈക്കോളജിയൊക്കെ ഞാൻ ഏകദേശം സൈക്കോളജിയൊക്കെ പഠിപ്പിച്ച് എനിക്കും കുറവാണ്, അവനും സൈക്കോളജിയൊക്കെ അറിയത്തില്ല. ആ ഒരു ടൈമിൽ ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് അവൻ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ളൊരു പെണ്ണ് വിളിക്കും. ഓക്കെ, വിളിക്കുമ്പോൾ ഇവൻ എപ്പോഴും 5 റിങ് കഴിഞ്ഞേ എപ്പോഴും എടുക്കത്തുള്ളൂ. അത് ആ പെണ്ണിനും ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് എപ്പോൾ വിളിച്ചാലും 5 റിങ് കഴിഞ്ഞേ എടുക്കത്തുള്ളൂ. എപ്പോൾ വിളിച്ചാലും ഇവൻ 5-6 തവണ ഹായ് ഹലോ ഒക്കെ ഇട്ടാലേ വരത്തുള്ളൂ. അപ്പോഴെന്ത് ചെയ്തു, അവളും മിറർ ചെയ്യാൻ തുടങ്ങി. അവളെന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ പീപ്പിൾ ഓൾവേസ് മിറർ അസ്, പീപ്പിൾ നമ്മളെ മിറർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് യൂട്യൂബിൽ. ഞാൻ പറഞ്ഞത് അവർ നമ്മളെ മിറർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇവൻ എന്നോട് ഈഗോ കാണിക്കുന്നു, അപ്പോൾ ഞാനും ഈഗോ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അവളും ഗെയിം കളിക്കാൻ തുടങ്ങും. അങ്ങനെ മാറ്റി മാറ്റി ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ പരസ്പരം അകന്നു. ഓക്കെ, അതായത് നിങ്ങളിപ്പം അവളിപ്പോൾ എന്തെങ്കിലും ഈഗോ കാണിക്കുന്നു, നിങ്ങൾ ഈഗോ കാണിക്കുന്നു, അല്ലെങ്കിൽ ഓക്കെ, അതായത് അവൾ എന്തെങ്കിലും കാണിക്കുന്നത് അത് തന്നെ നിങ്ങൾ തിരിച്ച് കാണിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരുന്നാൽ പരസ്പരം നിങ്ങൾ അകന്നു പോകത്തേ. നിങ്ങളുടെ ജോലി എന്തുവാ, അവളെ അടുപ്പിക്കണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? അവളെ അടുക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവളെ അടുപ്പിക്കാൻ നോക്കുമ്പോൾ അകന്നു പോകുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വേറെ കാര്യമാണ് തുടക്കത്തിൽ തന്നെ ഒരു ഗേളിനോട് ഒന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ പിന്നെ ചെയ്യാം. നിങ്ങൾ അറിയേണ്ടത് തുടക്കത്തിൽ തന്നെ ഒരു ഗേളിനോട് വഴക്കുണ്ടാക്കില്ല. ഇപ്പം എനിക്കറിയാവുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെണ്ണിനോട് ഹായ് ഇട്ട് കാണും. ഹായ് ഇടുമ്പോൾ അവൾ വയ്ക്കും ആരാന്ന് ചോദിക്കും. അപ്പോൾ അവന്മാർ പറയും ഒന്നുമില്ല, ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ മിണ്ടാൻ വന്നേ. ഈ പെണ്ണ് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും അങ്ങനെ അറിയാത്തവരെന്തിനാ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ എന്തിനാണ് മിണ്ടാൻ വരുന്നത്, ഇങ്ങനെയെല്ലാം ചോദിച്ചാൽ ഉടനെ ഇവന്മാർ ഉടക്കാൻ തുടങ്ങും. അറിയാത്തവരെന്തോ നിങ്ങൾ മിണ്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉടക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. അതായത് തുടക്കത്തിൽ തന്നെ ഒരു ഗേളിനോട് കയറി ഉടക്ക് കാണിക്കില്ല. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പം ഒരു ഭംഗിയുള്ള പെണ്ണാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഭംഗിയുള്ള പെണ്ണിനെ നിങ്ങൾ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് അതൊരു ഉടക്ക് സമയത്താണ് കണ്ടതെന്ന് വെച്ചോ. അതായത് നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു തർക്കമാണ് ഉണ്ടായെന്ന് വെച്ചോ. അവിടുന്ന് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പാടായിരിക്കും. കാരണം തുടക്കത്തിൽ അതായത് ബിഗിനിങ് സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായാൽ അവിടുന്ന് അട്രാക്ഷൻ കുറയും. ഓക്കെ, ഞാൻ പറയുന്നത് ബിഗിനിങ്ങിൻ്റെ ബിഗിനിങ്. ഓക്കെ, അതായത് ജസ്റ്റ് തുടക്കം ഉണ്ടല്ലോ, അതായത് ഒന്ന് മിണ്ടി തുടങ്ങുന്നു, പരിചയപ്പെട്ട് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഉടക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ പിന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. ചിലപ്പോൾ അത് പറ്റൂലായിരിക്കും. ഓക്കെ, കാരണം തുടക്കത്തിൽ നമ്മളോടൊരു ബാഡ് ഇമ്പ്രഷൻ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഇങ്ങനെ കുറേ ക്ലയൻറ്റുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഏതെങ്കിലും പെണ്ണിൻ്റെ നമ്പറൊക്കെ എവിടെയെങ്കിലും കളക്ട് ചെയ്യും, ഇൻസ്റ്റ ID അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ചെയ്തിട്ട് അവളോട് പോയി തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഉടക്കുണ്ടായിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഉടക്കുണ്ടായിക്കൊണ്ടിരിക്കും. ചില പയ്യന്മാരുണ്ട് നല്ലപോലെ മിണ്ടുന്ന പെണ്ണായിരിക്കും, ഇവൾ 1-2 ദിവസം കൊണ്ട് മിണ്ടുന്നില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഉടക്കാവും. അത് പറഞ്ഞങ്ങ് ഉടക്കാവും. ഒരു ബേസിക് ഇൻട്രസ്റ്റ് പോലും വന്ന് കാണത്തില്ല. അതിന് മുമ്പ് തന്നെ ഉടക്കുണ്ടാക്കില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് ബേസിക് ഇൻട്രസ്റ്റ് പോലും ആവുന്നതിന് മുമ്പ്, അതായത് ഒരു 40% നമ്മളോട് നല്ലപോലെ മിണ്ടുന്ന പെർസെൻറ്റേജാണ് 40%. അതായത് നമ്മളോട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മെസ്സേജ് ഇടുന്നു, ഹായ് ഒക്കെ ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഹായ് ഇട്ടാൽ റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്, കുറച്ചെങ്കിലും നമ്മളോട് നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് 40%. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ സ്റ്റേജിൽ ഉടക്കുണ്ടാകുന്ന മാക്സിമം നിങ്ങൾ അവിടുന്ന് കോൾ കട്ടാക്കിയിട്ട് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ ചാറ്റ് കട്ടാക്കിയിട്ട് നിങ്ങൾ പോകണം. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലായി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ടൊരു പെണ്ണിന് മെസ്സേജ് ഇടും, അവളിപ്പോൾ ഇങ്ങനെ പറയുമോ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓക്കെ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോഴും കട്ടാക്കിയിട്ട് പോകണം. അപ്പോഴും കട്ടാക്കിയിട്ട് പോകുമ്പം ഉടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റും. ഓക്കെ, അതല്ലാതെ ഇപ്പം തന്നെ എന്തുകൊണ്ട് വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ ഓക്കെ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആ വഴക്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അവളെ കമ്മിറ്റ് ആവണം, അല്ലെങ്കിൽ അവളെ ഒന്ന് ഇഷ്ടപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തോറ്റും. ഇതാണ് സത്യം. ഓക്കെ, അതായത് തുടക്കത്തിൽ ഒരു ഗേളിനോട് വഴക്കുണ്ടാക്കില്ല. തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫ്രണ്ട് വൈബ് പോലും ആവുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഫ്രണ്ട് വൈബൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടക്കണം. ഓക്കെ, അതായത് അവരിപ്പോൾ ഒരു ഉടക്കുണ്ടാക്കുന്നു, നിങ്ങൾ ഇച്ചിരി ഇത് കാണിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണിക്കണം. ഓക്കെ, നിങ്ങളുടെ റെസ്പെക്റ്റ് വിട്ട് താഴരുത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ടോപ്പിക്ക് പറയാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു, സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ചെന്ന് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അവളോട് ഈഗോ ഉള്ളതുപോലെ കാണിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈഗോ അല്ല കാണിക്കേണ്ട. അതായത് ഇപ്പം അവൾ നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറി, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പം അന്ന് മുതൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നടക്കും, അങ്ങനെയല്ല കാണിക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈഗോ ഇല്ലാത്ത പോലെ പെരുമാറാൻ വേണം, എന്നാൽ അവളുടെ അടുത്ത് പോകാനും പാടില്ല. ഓക്കെ, എങ്ങനത്തെയാണെന്ന് പറഞ്ഞാൽ ശരി ശല്യം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നടക്കാം. നിങ്ങളിപ്പോൾ കോളേജിലായിരിക്കും അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, എവിടെയെങ്കിലും മിണ്ടുന്ന പെണ്ണാണെങ്കിൽ അവൾ നിങ്ങളോട് ഈഗോ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ശരിക്കും മിണ്ടുന്നില്ല, അങ്ങനത്തെ സ്റ്റേജ് ആണെങ്കിൽ ഓക്കെ ശരി കുഴപ്പമില്ല, ശരി നിനക്ക് എപ്പോൾ മിണ്ടാൻ പറ്റും അപ്പം മിണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് നിന്നോട് വലിയ ദേഷ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം പെരുമാറാൻ. ഓക്കെ, അതായത് എനിക്ക് നിന്നോട് വലിയ ദേഷ്യമൊന്നുമില്ല,
നീ മിണ്ടുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് മാത്രമാണ് നിങ്ങളുടേത്. ഓക്കെ, അതുപോലെ വേണം നിങ്ങൾ പെരുമാറാൻ തരണം. ഓക്കെ, അപ്പോൾ വേറെ പയ്യനോട് മിണ്ടുന്ന കേസ് വരാറുണ്ട്. അതായത് അവൻ്റെ ക്രഷായിരിക്കും, ക്രഷും അവനും മിണ്ടുന്നുണ്ടായിരിക്കും, പക്ഷേ വേറൊരു പയ്യനോട് മിണ്ടുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളോട് മെസ്സേജിൽ സംസാരിക്കുന്നില്ല അത് ഓക്കെ. അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ 40% താഴെയാണ്. 40% ഞാൻ പറഞ്ഞല്ലോ, നല്ലപോലെ സംസാരിക്കുന്നില്ല, ആ ഒരു റേഞ്ചാണ് 40%. ഇതിന് താഴെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു ഗുണവുമില്ല. ഓക്കെ, ഒരു ഗുണവുമില്ല. കാരണം നിങ്ങളോട് താല്പര്യം കുറഞ്ഞ് നിൽക്കുകയാണ്, അവരോട് മറ്റേ ആളിനോട് നല്ല താല്പര്യത്തിൽ ഡെയിലി സംസാരിക്കുന്നുണ്ട്, ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതുപോലുള്ള കേസുകളൊക്കെ വലിയ പാടാണ്. സോൾവ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് പാടാണ്. ഓക്കെ, അതൊക്കെ തന്നെ കൂടെ തന്നെ ഇരുന്ന് ഗൈഡ് ചെയ്ത് അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്, അവരുടെ ബിഹേവിയർ പാറ്റേൺ, ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അങ്ങനെയൊക്കെയാണ് അത് സോൾവ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി ഇത് പാടാണ്, മനസ്സിലായി, ഇത് നടക്കൂലെന്ന് തന്നെ പറയാം. കാരണം നമ്മളോട് മിണ്ടാനുള്ള താല്പര്യം പോലുമില്ല, റിപ്ലൈ തരാനുള്ള താല്പര്യം പോലുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ച് നമ്മൾ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാനോ ഒന്നിനും ഒരു ഇതുപോലുമില്ല. നമ്മളിപ്പം ഡെയിലി സ്റ്റോറി ഇട്ടാൽ പോലും അതെടുത്ത് കാണുന്ന പോലുമല്ലോ. ഓക്കെ, ഇത് വെറും ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും പറയാണ്, ഇതുപോലും ഇല്ലാത്ത ഒരാളിനെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത്? അത് നടക്കത്തില്ല. അതേസമയം വേറെ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ ഒരുത്തൻ നിന്ന് ഗോൾ അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൻ ഗോളടിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനോടാണ് താല്പര്യം കൂടി വരുന്നത്. ഓക്കെ, അവളാണ് അവനോട് താല്പര്യത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇൻട്രസ്റ്റ് വരും, നമ്മളെക്കുറിച്ച് ഓർക്കത്തുമില്ല, നമ്മളെ മറന്നായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ വല്ലപ്പോഴും ഒരു ഹായ് ഇടുന്നു, അല്ലെങ്കിൽ ഹായ് ഇടുമ്പോൾ ആലോചിക്കുമോ ഇങ്ങനെ ഒരുത്തൻ ഉണ്ടല്ലോ എന്നായിരിക്കും ആലോചിക്കുന്നത്. മനസ്സിലായി? അവിടെ നിങ്ങളുടെ ടൈം വേസ്റ്റാണ്, അവിടെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നതെന്നല്ല. ഓക്കെ, അവിടെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നാളത്തേക്ക് നല്ലൊരു ഗ്യാപ്പ് എടുക്കുക. അപ്പോൾ ഒരു സ്പേസ് എടുത്തിട്ട് നിങ്ങൾ ഡെവലപ്പായി തിരിച്ചു വരുമ്പോഴെങ്കിലും ഒരിത് വരും, അതല്ലാതെ അവിടെ ഒരു ഫലമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പ് വെച്ചൊരു പെണ്ണിനെ കാണാറുണ്ട്, കാണുമ്പോൾ നിങ്ങൾക്കൊരു നല്ല താല്പര്യമുണ്ട്. ഓക്കെ, ബസ് സ്റ്റോപ്പ് വെച്ച് കാണുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കോളേജിൽ വരുമ്പോൾ കോളേജിലൊരു നല്ലൊരു പെണ്ണുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുള്ള പെണ്ണാണ്, അവൾ നിങ്ങളോട് നല്ല താല്പര്യത്തോടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അവളുമായിട്ടാണ് നിങ്ങൾ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പം ആരോടായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളത്? ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുന്ന ഒരു പെണ്ണുണ്ട്, അവളോട് മിണ്ടാൻ പോലും ചാൻസ് ഇല്ല. ഓക്കെ, അവൾ ചിലപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ ആയിരിക്കും, ടീച്ചറിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷേ കോളേജിൽ വരുമ്പോൾ ഉള്ള പെണ്ണ് അവൾ ഫ്രീ ആണ്, നിങ്ങളോട് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളോട് നല്ലപോലെ മിണ്ടുന്നുണ്ട്. ഓക്കെ, ഈ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് തന്നെ, അതായത് പ്രേമിക്കണമെന്നുള്ള ഐഡിയയിൽ തന്നെ നിങ്ങളോട് മിണ്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ആ ബസ് സ്റ്റോപ്പ് വെച്ച് നിങ്ങളോട് നല്ലപോലെ ആ ബസ് സ്റ്റോപ്പ് വെച്ചുള്ള പെണ്ണിന് നിങ്ങളോട് നല്ല ഐ കോൺടാക്റ്റ് വെക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, നല്ല താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഐ കോൺടാക്റ്റ് തരുന്നുണ്ട്, എല്ലാം ഓക്കെ എന്ന് വിചാരിച്ച് നിങ്ങൾ കോളേജിലുള്ള പെണ്ണിനോട് മിണ്ടാതിരിക്കും. അതായത് ബസ് സ്റ്റോപ്പിൽ വെച്ച് മിണ്ടുന്ന പെണ്ണ് ബസ് സ്റ്റോപ്പിൽ വെച്ച് നോക്കുന്ന പെണ്ണ് എന്നെ നല്ലപോലെ ഐ കോൺടാക്റ്റ് വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, കോളേജിൽ വെച്ച് എന്നോട് ഇങ്ങോട്ട് വന്ന് നല്ലപോലെ മിണ്ടുന്ന ആ പെണ്ണിനെ ഞാൻ മൈൻഡ് ചെയ്യേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുമോ? ചിന്തിക്കത്തില്ല. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ്, നിങ്ങൾ ഒരു പെണ്ണിനോട് മിണ്ടുന്നുണ്ട്, ആ പെണ്ണിന് വേറൊരു പയ്യനുണ്ടെങ്കിൽ അവളും ഇത് തന്നെ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളോടൊരു താല്പര്യമില്ല. ഓക്കെ, താല്പര്യമില്ല, നിങ്ങളോട് സംസാരിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല, ഡെവലപ്പ് ആവുന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇരുന്ന് ആ ഇൻട്രസ്റ്റ് താന്ന് വന്നിട്ട് കുറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ പോലും തരാത്ത സ്റ്റേജിലെത്തി കാണും, അല്ലെങ്കിൽ ഓൾറെഡി തുടക്കത്തിൽ തന്നെ നിങ്ങളോട് മിണ്ടാത്തൊരു സ്റ്റേജിലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു പയ്യൻ നല്ലപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മിണ്ടുന്നുണ്ട്, വേറൊരു പയ്യനോട് അവൾക്ക് അങ്ങോട്ട് താല്പര്യമുണ്ട്. ഓക്കെ, അവിടെ നല്ലപോലെ ഡെവലപ്പായി പോവാണ്, അവിടെ ടൈം വേസ്റ്റാണ്. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്താലും ടൈം വേസ്റ്റാണ്. ഇനി വേറെ ഡൗട്ടുണ്ട്, പെണ്ണുങ്ങളെ കെയർ ചെയ്യണം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, കെയർ ചെയ്യണം. ഓക്കെ, പെണ്ണുങ്ങളെ കെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് അങ്ങോട്ട് പോയി കെയർ ചെയ്യൽ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് പോയി കെയർ ചെയ്താൽ എന്ത് ഫീൽ ആയിരിക്കും? ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അച്ഛൻ, നിങ്ങൾ കൊച്ചാണ്, ഒരു 15 വയസ്സുള്ള കൊച്ചാണ്. ഓക്കെ, അപ്പം അച്ഛൻ എന്താണ്, നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ സമ്മതിക്കത്തില്ല, മോനെ വീണാലോ എന്ന് പറയും, നീന്താൻ സമ്മതിക്കത്തില്ല, മോനെ മുങ്ങിത്താന്ന് നീ ചത്തുപോയാലോ, മരത്തിൽ കയറാൻ സമ്മതിക്കത്തില്ല, നീ മരത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞാലോ, അല്ലെങ്കിൽ അടുപ്പിൽ പോയി ഒരു ഗ്യാസ് കത്തിക്കാൻ പോലും സമ്മതിക്കത്തില്ല, മോനെ നിൻ്റെ കൈ പൊള്ളിയാലോ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ റെസ്ട്രിക്ഷൻ. അച്ഛന് നിങ്ങളോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫീൽ എന്തുമായിരിക്കും? അച്ഛന് നിങ്ങളോട് സ്നേഹമുണ്ട്, ഓക്കെ, സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ചൊക്കെ ഡെയിലി ഇത് തന്നെ, ഡെയിലി അച്ഛൻ ഒന്നിനും സമ്മതിക്കത്തില്ല. ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, 2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 3, 4, 5 വർഷം, 20 വയസ്സായിട്ടും അച്ഛൻ എന്താണ് എല്ലാത്തിലും റെസ്ട്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, എത്ര വർഷമായിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ സ്നേഹത്തിനെ മറന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ കെയറിനെ നിങ്ങൾക്ക് വെറുക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഓക്കെ ആ കെയർ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. അളവിൽ കെയർ എന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റേ ഇല്ലാത്ത സമയത്ത് അങ്ങോട്ട് പോയി കെയർ ചെയ്യല്ല. അവർ ചിന്തിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതേ കാര്യം തന്നെ, ഞാൻ ഇവനോട്
ഇവന് റിപ്ലൈ പോലും കൊടുക്കുന്നില്ല. ഓക്കെ, ഇവനെ ബോറിങ് മെസ്സേജ്, എനിക്കിഷ്ടമല്ല ഇവൻ മെസ്സേജ് അയക്കുന്നതന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് എന്തിനാണ് കെയർ ചെയ്യുന്നത്? ഓക്കെ, റിപ്ലൈ പോലും കൊടുക്കണോ വേണ്ടതാണ് അവൾ ചിന്തിക്കുന്നത്. പേരിന് ഉമ്മയൊക്കെയെന്ന് പേരിന് റിപ്ലൈ തരും. കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചെന്ന് പറയും. അല്ലാതെ ഞാൻ കഴിച്ചു, നീ കഴിച്ചോന്ന് പോലും ഇങ്ങോട്ട് അവൾ ചോദിക്കത്തില്ല. എന്നിട്ട് പോലും നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അവൾ ചിന്തിക്കുന്നത് എന്നാ മൈറ എന്നായിരിക്കും അവൾ ചിന്തിക്കുന്നത്. മനസ്സിലായി? അതായത് അവർക്ക് ഇറിറ്റേറ്റ് ആയിട്ട് തോന്നും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കെയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത പോലെ കെയർ ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം കറക്റ്റ് സമയത്ത് ആരും കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നീ ഇതായിപ്പോയാലോ അങ്ങനെ ഇങ്ങനെ ഇതൊന്നും പറയണ്ട, ഇങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യുന്നെങ്കിൽ ബോൾഡായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോവുക. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എടി, നീ കറക്റ്റ് സമയത്ത് ആരും കഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നിൻ്റെ ഇതൊക്കെ അവതാളത്തിലായിപ്പോത്ത്, ഇങ്ങനെ പറയണം. ഓക്കെ, മനസ്സിലായി? അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാം, ഇപ്പം നൈറ്റ് അവൾ കോൾ ചെയ്തപ്പോൾ പറയണം, എടാ ഞാൻ വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പറയണം, എടി ആളും പേരും ഇല്ലാത്തടത്തോടൊക്കെ ഈ രാത്രിയിലാണോ നടന്നു വരുന്നത്, നിനക്ക് തലയ്ക്ക് വെളിവില്ലേ, നീ ഇങ്ങനെയൊക്കെയാണോ പോകുന്നത്? ഇതുപോലെ വേണം നിങ്ങൾ സംസാരിക്കാൻ. ഓക്കെ, അല്ല നിങ്ങൾ കെയർ ചെയ്യുന്ന അവളുടെ വാലിഡേഷൻ നിങ്ങൾക്ക് വേണം, അവൾ നിങ്ങളോട് താങ്ക് യു പറയണം എന്നുള്ള രീതിയിൽ പെരുമാറല്ലോ. ഓക്കെ, മനസ്സിലായോ? അതല്ല നിന്നെ ഞാൻ കെയർ ചെയ്യുവാണ്, നിന്നോട് സ്നേഹം കൊണ്ടാണ് എന്നുള്ള ഫീൽ കൊടുക്കാതെ മനസ്സിലായി? ഇങ്ങനെ പറയണം, എടി രാത്രിയൊക്കെയാണോ ആ വഴി കൂടെ പോകുന്നത്, ആളും പേരുമില്ല, നിനക്കെന്ത് തലയ്ക്ക് വെളിവില്ല, സുഖമില്ല നിനക്ക്, ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? അല്ലെങ്കിൽ എടി അങ്ങോട്ടൊക്കെയാണോ പോകുന്നത്, ആ ബ്യൂട്ടി പാർലറൊക്കെയാണോ നീ പോകുന്നത്? സിറ്റിയിൽ പോലും അല്ല, ഒരു ഇടുങ്ങിയ സ്ഥലത്തുള്ള ബ്യൂട്ടി പാർലർ, അവിടെ ആളും പേരും പോലും ഇല്ല, തിരക്ക് പോലും ഇല്ലാത്ത സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, ഇങ്ങോട്ടൊക്കെയാണ് കയറി പോകുന്നത്, നീ എവിടെയോ ചെന്ന് കയറി കൊടുക്കുക. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഇത് സംസാരിക്കുമല്ലോ. ഇതുപോലെയാണ് നിങ്ങൾ കെയർ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് ശ്രദ്ധിച്ചേട്ടോ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. മനസ്സിലായി? ഒരു പെണ്ണിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ മിണ്ടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കെയർ ചെയ്യാം. മനസ്സിലായി? അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പെണ്ണിനെ വേണമെന്നാണ്. ഓക്കെ, ഒരു പെണ്ണിനെ വേണം. നിങ്ങൾ ആദ്യം നിങ്ങളെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേട്ടോ. നിങ്ങളെന്ത് വിചാരിക്കുന്നത്? ആ പെണ്ണ് എൻ്റെ കൂടെ നിന്നാൽ മതി, എനിക്ക് ഹാപ്പിയാണ്. ഓക്കെ, ആ പെണ്ണ് എൻ്റെ കൂടെ നിന്നാൽ മതി, എൻ്റെ ജീവിതം ഹാപ്പിയാണ്, ഓക്കെ, അടിപൊളിയാണ് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതേ സമയം നിങ്ങൾ അവൾക്ക് ഇൻട്രസ്റ്റ് കാണത്തില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അവളുടെ പോയിൻറ്റിലൂടെ നിങ്ങൾ ചിന്തിക്കണം. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കുന്നത്, ഓക്കെ, അവൾ എൻ്റെ കൂടെ നിന്നാൽ മതി, എനിക്ക് ഹാപ്പിയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മാത്രം ഹാപ്പി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അവൾ ഹാപ്പിയാണോ? എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ സെക്ഷൽ തന്നെ എടുത്തോ. ഇപ്പോൾ സെക്സ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഹസ്ബൻഡ് വൈഫോടെ സെക്സ് ചെയ്യണം. ഹസ്ബൻഡ് പറയുവാണ്, എനിക്ക് സുഖം കിട്ടുന്നുണ്ട്, ഇത് മാത്രം മതിയോ? അവൾക്കൂടെ കിട്ടുന്നുണ്ടോ ഇല്ല അതുകൂടെ അറിയണ്ട. ഓക്കെ, മനസ്സിലായി? അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞുതരാം, ഒരു ഗേൾ. ഓക്കെ, ആ ഗേളിന് തോന്നേണ്ടത് ഇവനോട് സംസാരിക്കുമ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, ഇവനോട് സംസാരിക്കുമ്പോൾ നല്ല ഹാപ്പിയാണ്, ഇവനോട് സംസാരിക്കുമ്പോൾ ഡേ തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് തോന്നുന്നത് ലൈഫ് ടൈം ഇവനെ എൻ്റെ കൂടെ വേണമെന്ന്. ഇപ്പം നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെന്തോ അവളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എന്ത് കണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത്? ഒന്നെങ്കിൽ നിങ്ങൾ അവളുടെ പെരുമാറ്റം കണ്ട് ഇഷ്ടപ്പെട്ടാണ്. ഓക്കെ, പെരുമാറ്റം ഞാൻ പറഞ്ഞല്ലോ, അട്രാക്റ്റീവ് ബിഹേവിയർ കണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ അവൾ പെരുമാറിയല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം എന്ത് പറയുന്നത്, ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും, ഒരു പെണ്ണിൻ്റെ പെരുമാറ്റത്തിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് സത്യമാണ്, നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉറപ്പായിട്ടുണ്ട്, അവളുടെ ഭംഗി കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, പെരുമാറ്റം കണ്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇതേ പെരുമാറ്റം തന്നെ ലോകത്തിലുള്ള ഒരു ഭംഗിയില്ലാത്തൊരു പെണ്ണിനുണ്ടെങ്കിലോ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഓക്കെ, അപ്പം നമ്മളെന്തോ കാര്യം കൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിച്ചോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഓക്കെ, നിങ്ങൾക്ക് എന്തോ കാര്യം കൊണ്ട് ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ലൈഫ് ലോങ് കിട്ടണം, എൻ്റെ ജീവിതത്തിൽ മൊത്തം എനിക്ക് കിട്ടണം, എനിക്ക് ജീവിതാവസാനം വരെ അവളെ എൻ്റെ കൂടെ വേണം. എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടത്? ആ ഇഷ്ടപ്പെട്ട എന്തോ ഒരു സാധനമുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടം, അത് എൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് സത്യത്തിൽ നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. സത്യമല്ലേ? അപ്പം എന്താണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. നിങ്ങൾക്ക് ആ പെണ്ണിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്കിത് ജീവിതകാലം മൊത്തം വേണമെന്ന് ചിന്തിക്കും. ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അവരുടെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ പോയാൽ നല്ല ഹാപ്പി ആയിരിക്കും അവർ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം എന്നെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല എന്നാലും പറയുവാണ്, എന്നോടൊരു ഗേൾ സംസാരിക്കുമോ, അല്ലെങ്കിൽ ആരായാലും ബോയോ ആരും വന്നാലും ഞാൻ എന്ത് ചെയ്യും, അവരെ നല്ലപോലെ ചിരിപ്പിച്ച് ഹാപ്പിയാക്കി തിരിച്ചു വിടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരുപാടൊന്നും അല്ല, എന്നാലും ഞാൻ പറയുന്നത്, അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, ഓക്കെ, അവർക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടൊരു മെമ്മറീസോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടൊരു മൊമെൻറ്റ് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഓക്കെ, ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കും എന്നൊരു ഫീലിലോട്ട് അവർ പോകുന്നു. ഓക്കെ,
മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അത് നിങ്ങൾ ഇന്ന് മുതൽ റിസർച്ച് ചെയ്ത് എവിടെയെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇൻട്രോവേർട്ട് ആണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് മുതൽ ഫണ്ണിയായിട്ട് സംസാരിക്കുന്ന അല്ലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതിനെക്കുറിച്ച് നിങ്ങൾ എഫർട്ട് എടുത്തേ പറ്റൂ. ഇങ്ങനെ ഇരുന്നിട്ട് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഓക്കെ, അതായത് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പെണ്ണ് കിട്ടണമെന്ന് ചിന്തിക്കുന്നത്, അതായത് നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് ആ ഇല്ലാത്തത് വെച്ചിട്ട് നിങ്ങൾക്ക് പെണ്ണ് കിട്ടണമെന്ന് ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയുവാണ്, എനിക്കിപ്പോൾ AC റൂം വേണം, അതുപോലെ നല്ല കട്ടിൽ വേണം, നല്ല അറ്റാച്ച് ബാത്റൂം വേണം, എല്ലാം വേണം, പക്ഷേ ലോഡ്ജിന് ഞാൻ 500 രൂപ കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 500 രൂപയ്ക്ക് ഇത്ര സെറ്റപ്പ് കിട്ടത്തില്ല. ഓക്കെ, അതുപോലെ നിങ്ങളിപ്പോൾ ഇൻട്രോവേർട്ട് രീതി ഇരുന്നിട്ട് തന്നെ ഒരു ഗേളിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അവളും ഇൻട്രോവേർട്ട് ആയിരിക്കണം. അതുപോലെ വേറെ കുറേ പ്രോബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഒരു ഗേളിന് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ കുറച്ചെങ്കിലും ഒരു ബേസിക് ആയിട്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണം, ഞാൻ ഇൻട്രോവേർട്ട് ആണോ കുഴപ്പം? ശരി, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് ഞാൻ എഫേർട്ട് എടുക്കും. ആക്ഷൻ എടുക്കണം, നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റൂ, ഇല്ല ഡെവലപ്പ് ആകത്തില്ല. ഓക്കെ, ആക്ഷൻ എടുക്കണം. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ വയ്ക്കുക അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കണം. സംസാരിക്കാൻ അറിയത്തില്ല, വിൽക്കുകയാണ് സംസാരിക്കുന്നത്, അതിനുവേണ്ടി ഇന്ന് പോലും നിങ്ങൾ എഫേർട്ട് എടുക്കണം. റിലേഷൻഷിപ്പ് വേണമെങ്കിൽ. ഓക്കെ, അതുപോലെ ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതാണോ കുഴപ്പം? കോൺഫിഡൻസിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്ത് അത് മാറ്റണം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ തന്നെ ഇരുന്നിട്ട് പെണ്ണ് കിട്ടുന്നവരെ പ്രാപിക്കൊണ്ടിരിക്കുമല്ലോ. ഓക്കെ, അത് മിസ്റ്റേക്കാണ്. അത് നമുക്ക് ആദ്യം കഴിവില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് ലിമിറ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ലിമിറ്റ് വെച്ചേക്കണം. ഞാൻ പറഞ്ഞുതരാം. റോഡിൽ വെച്ചൊരു പെണ്ണിനെ കാണും. ഓക്കെ, ആ റോഡിൽ വെച്ചൊരു പെണ്ണിനെ കാണുന്ന അവൾ ചിലപ്പോൾ ഇൻട്രോവേർട്ട് പെണ്ണായിരിക്കും. ഇൻട്രോവേർട്ട് പെണ്ണായതുകൊണ്ട് തന്നെ റോഡിൽ വെച്ചൊക്കെ മിണ്ടാനും അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ വെച്ച് മിണ്ടാനും അവർക്കൊരു മടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് മാത്രമേ മിണ്ടാവൂ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വരുന്ന ക്ലയൻറ്റുകളൊക്കെ പറയുന്നതാണ്, അവർ ഇൻട്രോവേർട്ട് പെണ്ണായിരിക്കും, റോഡിൽ വെച്ച് കാണുമ്പോൾ ചെന്ന് മിണ്ടാൻ ചെല്ലും, അവൾ എന്ത് അകന്നുമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാതെ വീണ്ടും ചെന്ന് മിണ്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് അമ്മമാർക്ക് പോലും അറിഞ്ഞുകൂടെ മിസ്റ്റേക്ക് എവിടെയാണ്. വേറെ ചില ക്ലയൻസൊക്കെ വരും, മുസ്ലിം പെണ്ണുങ്ങളായിരിക്കും, കൂട്ടുകുടുംബമായിരിക്കും വീട്ടിൽ. ഓക്കെ, അപ്പോൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? കോൾ ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു പെണ്ണ് എപ്പോഴാണോ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അതായത് ചിലപ്പോൾ ചാറ്റായാലും എന്തുമായാലും മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആരെയും റെസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുമ്പ് മിണ്ടുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ റോഡിൽ വെച്ചൊന്ന് മിണ്ടുമ്പോൾ എന്തോ റെസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ കോൾ ആയിരിക്കും, ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നു. എപ്പോൾ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ അമേദിയായിട്ട്, അതായത് അവിടെ കാമായിട്ടിരുന്നിട്ട് പിന്നെ മാറ്റാൻ നോക്കണം. അതായത് നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാത്തിൻ്റെ അവസാനമാണ്, എല്ലാം അവസാനിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് പ്രോബ്ലം. ഓക്കെ, ഒരു പെണ്ണ് എന്തെങ്കിലും ഒരു കാര്യം റെസിസ്റ്റ് ചെയ്ത ഉടനെ അയ്യോ ഇത് വലിയൊരു പ്രോബ്ലം ആണ് എന്ന് ചിന്തിക്കൽ, അത് അങ്ങനെ തന്നെ വിടണം. ഓക്കെ, അങ്ങനെ തന്നെ അവരെ ഫ്രീ ആയിട്ട് വിടണം, മനസ്സിലായേ? എന്നിട്ട് കാമായിട്ട് എപ്പോഴാണോ പിന്നെ അടുത്ത് വരുന്നത്, എപ്പോഴാണോ പിന്നെയും മിണ്ടി തുടങ്ങുന്നത്, അപ്പോൾ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പെണ്ണ് എപ്പോഴേലും പറയുവാണ് ശരി ഞാൻ ആലോചിക്കട്ടെ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവളെ ഫ്രീ ആയിട്ടങ്ങ് വേണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ ക്രഷും തമ്മിൽ വഴക്കുണ്ടായിട്ട് എന്താ പറ്റി? വഴക്കുണ്ടായിട്ട് അവർ സോറി പറഞ്ഞു, നിങ്ങൾ സോറി പറഞ്ഞു. ഓക്കെ, രണ്ടുപേരും സോറി പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾ അത് കയറി നിങ്ങളങ്ങ് ഫോഴ്സ് ചെയ്യില്ല. ഓക്കെ, അതായത് നീ എന്താ പഴയതുപോലെ മിണ്ടുന്നില്ലല്ലോ, പഴയതുപോലെ മിണ്ടെന്ന് പറയില്ല. നാളെ നിങ്ങളുടെ കാമുകി വഴക്കുണ്ടാക്കിയിട്ടാണ് 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും മിണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും നീ പഴയതുപോലെ എന്ന് പറയില്ല. അവരെ ഫ്രീ ആയിട്ട് വിട്. ഒരു 5-6 ദിവസം കഴിഞ്ഞ് അവർക്കൊന്ന് പഴയ ട്രാക്കിലോട്ട് വരാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും അടികൂടി. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിച്ച് അടികൂടി, രണ്ടുപേരും അടികൂടി, ഒരു 10 ദിവസം കഴിഞ്ഞ് മിണ്ടി ഉടനെ നിങ്ങൾ തോളിക്കായിട്ട് നടക്കത്തില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ മിണ്ടി ഒരു 2-3 മിനിറ്റ് നിങ്ങൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് പിന്നെ ആയിരിക്കും നിങ്ങൾ പഴയ ട്രാക്കിലോട്ട് പിന്നെ എത്തി, പിന്നെ നിങ്ങൾ ഫ്രോഡ് പരിപാടിയൊക്കെ കാണിക്കാൻ തുടങ്ങും അല്ലേ. അല്ലാതെ മിണ്ടി ഉടനെ നിങ്ങൾ വീണ്ടും അടിച്ച് പൊളിച്ചല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി. അതായത് കുറേ വർഷമായിട്ട് നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് മിണ്ടാതിരുന്ന് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും, അല്ലെങ്കിൽ ബന്ധുക്കളോടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വർഷമായിട്ട് നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ വലിയ വഴക്കായിരിക്കും. എന്നിട്ട് ഒന്നിക്കാമെന്ന് ഒന്നിച്ച ഉടനെ നിങ്ങൾ പഴയതിലോട്ട് എത്തും. നിങ്ങൾ ആദ്യം ഒരു ലിമിറ്റ് നിൽക്കും. അതായത് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് മാറി ഒന്നുകൂടെ അടുക്കാൻ ചെറിയൊരു ടൈം വേണം. ഓക്കെ, അതുപോലെ ഗേൾസും അങ്ങനെ തന്നെ വഴക്കിട്ട് പിന്നെ വന്ന് മിണ്ടി, അല്ലെങ്കിൽ ഈഗോ കാണിച്ച് പിന്നെയും മിണ്ടി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തിയാൽ കുറച്ച് നേരത്തേക്ക് അവരെ ഫ്രീ ആയിട്ട് വിടണം. ഫ്രീ ആയിട്ട് വിടുമ്പോൾ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് മിണ്ടണം, ഫോഴ്സ് ചെയ്ത് മിണ്ടാതെ ഫ്രീ ആയിട്ട് മിണ്ടണം. ഓക്കെ, അങ്ങനെ മിണ്ടുമ്പം ഇത് മാറിക്കോളൂ. ഇപ്പം വേറെ എക്സാമ്പിളല്ല, വേറെ ടോപ്പിക്ക് പറയാം. ഇനി നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ നമ്മളെ നോക്കുമായിരിക്കും, പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യാതെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ നടന്നു പോവാണ്. ഓക്കെ, അപ്പം സ്കൂൾ വിട്ടിട്ട് അല്ലെങ്കിൽ ട്യൂഷൻ വിട്ടിട്ട് 2 പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരു 2-3 ഫ്രണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 പേരുടെ കൂടെ ആയിരിക്കും ഈ പെണ്ണ് നടന്നു വരുന്നത്.
അവരുടെ കൂടെ വരുമ്പോൾ ഈ പെണ്ണ് നമ്മളെ നോക്കുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ റോഡിൽ വന്നപ്പം ആ പെണ്ണ് ട്യൂഷൻ കഴിഞ്ഞ് ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്, നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടായെന്ന് വെച്ചാൽ അപ്പോഴും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ചെറിയൊരു കോൺഫിഡൻസ് കുറവാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കായാലും അങ്ങനെയല്ലേ, നിങ്ങൾ ഐ കോൺടാക്റ്റ് ഒക്കെ നല്ല കോൺഫിഡൻസ് ആയിരിക്കും, ചെന്ന് മിണ്ടാൻ കോൺഫിഡൻസ് കുറവായിരിക്കും. ഓക്കെ, അതുപോലെ ഫ്രണ്ടൊക്കെ ഉള്ളപ്പോൾ ഒരു ധൈര്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് പറ്റും, അതിൽ അവർ നിങ്ങളെ നോക്കി കാണും, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ചെന്ന് മിണ്ടി കുളമാക്കല്ലേ, എന്താ മിണ്ടാത്ത അല്ലെങ്കിൽ എന്താ നോക്കാത്തതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നാലെ പോയി. ഓക്കെ, അങ്ങനെ ഇത് കുളമാക്കല്ലേ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ ഇത് അവൾ നോക്കുന്നുണ്ട്, ഇപ്പോൾ കൂട്ടുകാരില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ കാഷ്വലായിട്ട് കളയുക. അതല്ല ഇപ്പം നിങ്ങൾ ഓഫീസിലായിരിക്കും, കോളേജിലായിരിക്കും, ഫ്രണ്ട് സർക്കിളിൽ വെച്ച് നിങ്ങളോട് നല്ലപോലെ മിണ്ടുന്ന പെണ്ണായിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഒരുപാട് മിണ്ടിയില്ലെന്ന് വെച്ചോ, അപ്പോഴും നിങ്ങൾ ചിന്തിക്കല് ഇവിടെ മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യില്ല. എന്താ പറ്റിയേ, എന്താ കാര്യം, എന്താ കുഴപ്പം, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്ന് പറയാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോഴും നല്ല ചില്ലായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ മിണ്ടുന്നില്ല ഫൈൻ എന്നുള്ള രീതിയിലിരിക്കുക. പിന്നെ ഫ്രണ്ട് സർക്കിൾ കിട്ടുമ്പോൾ നല്ലപോലെ മിണ്ടും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യം, വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നത് ഫ്രണ്ട് സോണിൽ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ കഴിവത് ഫ്രണ്ട് സോണിൽ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഫ്രണ്ടുകളുടെ കൂടെ ഉള്ളപ്പോഴാണ് നിങ്ങളോട് നല്ലപോലെ മിണ്ടുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ ഇവളെയും കൂടെ വിളിക്കണം. അപ്പോൾ ഇവൾ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. ഓക്കെ, കൂടെ ആളുണ്ടെന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിന്ന് പേഴ്സണലായിട്ട് ഐ കോൺടാക്റ്റ് വയ്ക്കാം, എന്തെങ്കിലും 5-6 ടോപ്പിക്കൊക്കെ സംസാരിക്കാം. ഓക്കെ, അതല്ല അവൾക്കിപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കംഫർട്ടബിൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിവത് ഫ്രണ്ട് ഇത് മാറ്റിയിട്ട് നിങ്ങൾ തമ്മിൽ ഒറ്റയ്ക്കാണെന്ന അവസരം കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായി? ഇനി എല്ലാവരും വേറെ ചോദിച്ചൊരു ഡൗട്ടാണ്, ഈ ഒരു പെണ്ണിനെ അങ്ങോട്ടൊന്നും മിണ്ടുമ്പോൾ നല്ലപോലെ മിണ്ടുന്നുണ്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതായത് ഇങ്ങോട്ടൊന്നും ഇനിഷ്യേറ്റ് ഇല്ല, ഇങ്ങോട്ടൊരു ഇനിഷ്യേറ്റേ ഇല്ല, പക്ഷേ അങ്ങോട്ട് മിണ്ടുമ്പോൾ നല്ലപോലെ മിണ്ടുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 ഡേയ്സ് ഗ്യാപ്പ് അല്ലെങ്കിൽ 3 ഡേയ്സ് ഗ്യാപ്പിൽ അങ്ങോട്ട് തന്നെ ചെന്ന് മിണ്ടിക്കും. അങ്ങോട്ട് തന്നെ ചെന്ന് മിണ്ടുന്നു, നല്ലപോലെ സംസാരിക്കുന്നു, ബോറിംഗ് ആയിട്ട് തോന്നുമ്പോൾ നിങ്ങൾ തന്നെ വെച്ച് നിർത്തുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, പിന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നു, വേറെ ക്ലയൻസൊക്കെ ഒരുപാട് വന്നപ്പോൾ പറഞ്ഞിട്ട് ചെറിയ ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ റീൽ അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അതായത് നിങ്ങൾ ആ പെണ്ണ് നിങ്ങൾക്ക് റീലൊക്കെ അയക്കുമായിരിക്കും, ഇടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് റീൽ അയക്കും, അവൾ സ്റ്റിക്കർ അയക്കും, നിങ്ങൾ അങ്ങോട്ട് സ്റ്റിക്കർ അയക്കും, ഇങ്ങനെയുള്ള കേസൊക്കെ എന്തുവാണെന്നാണ് ചോദിച്ചാൽ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ വേറെ ലോ ക്വാളിറ്റിയാണ്. ഇവിടെ നിങ്ങൾ അവൈലബിൾ ആയിക്കൊണ്ടിരുന്നാൽ ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അതായത് യഥാർത്ഥ ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചോ സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. ഓക്കെ, ഇതല്ലേ യഥാർത്ഥത്. അപ്പോൾ നിങ്ങൾ ഈ റീൽ അയക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും റീൽ അയക്കുമായിരിക്കും. അതായത് ചില ക്ലയൻറ്റൊക്കെ ഒന്ന് പറയും, ബ്രോ ഞാനിന്ന് 2 റീൽ അയച്ച്, അവളെനിക്ക് 1 റീൽ അയച്ച്, ഇന്നലെ എനിക്ക് 5 റീൽ അയച്ച്, ഇന്ന് 2 റീൽ അയച്ച്, അതായത് ഇത് തന്നെ റിപ്പീറ്റ് മാസങ്ങളോളം. ഓക്കെ, അപ്പോൾ അത് ഡെവലപ്പ് ആവുന്നേ ഇല്ല. ഓക്കെ, അവളും സംസാരിക്കുന്നില്ല, അവൻ അങ്ങോട്ട് സംസാരിച്ചിട്ട് റിപ്ലൈ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ വിടുന്നതാണ് നല്ലത്. കാരണം അവരുടെ ഉള്ളിലൊരു അവർക്ക് എവിടെയെങ്കിലും വേറെ ഒരു ക്രഷോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർ സംസാരിച്ച് വളയ്ക്കാനോ അല്ലെങ്കിൽ അവർ വേറെ ഇതോ അങ്ങനെ എന്തെങ്കിലും കാണും. ഓക്കെ, മനസ്സിലായേ? ഫസ്റ്റ് കാര്യം നിങ്ങൾ ചിലപ്പം തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം അട്രാക്റ്റീവ് അല്ലായിരിക്കും. ഓക്കെ, അതോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് അട്രാക്റ്റീവായിട്ട് നിന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അടുത്ത ലെവലിൽ പോകത്തില്ല, താഴോട്ട് വന്നതാണ്. താഴോട്ട് വന്നിട്ട് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ മൈര ഒന്നും അറിഞ്ഞുകൂടാ, ഡെവലപ്പ് ആവാനേ പോകുന്നില്ല എന്നൊരു ഫീൽ കിട്ടുകയാണ്. ഓക്കെ, അതായത് ഞാൻ പറയാം, ഒരു പെണ്ണിനോട് മിണ്ടുമ്പം അവൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നത് ഓക്കെ ഇവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മിണ്ടിയിട്ട് ഇവൻ അടുത്തടുത്ത ലെവലിലോട്ട് പോയിട്ട് ഇതൊരു റിലേഷൻ ആക്കും എന്നായിരിക്കും അവൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 മന്ത് 3 മന്ത് ഓക്കെ ഇതൊന്നും കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നില്ല, അടുത്ത ലെവലിലോട്ട് പോകുന്നില്ല, ഇങ്ങനൊരു ഫീലാണ് കിട്ടുന്നത്. നിങ്ങൾ നേരെ ഫ്രണ്ട് സോണിൽ ഇടും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നടക്കുന്നത്, അല്ലാതെ അവർ തീരുമാനിക്കുന്നില്ല ലെവലപ്പ് ആയിട്ടില്ല അതുകൊണ്ട് നേരെ എടുത്ത് ഫ്രണ്ട് സോണിൽ കളയാം എന്ന് ചിന്തിക്കുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫ്രണ്ട് സോണിൽ വീഴും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിയൽ അയക്കുന്നൊന്നും ഒരു ചാറ്റായിട്ട് പോലും നിങ്ങൾ എടുക്കരുത്. അതൊക്കെ വളരെ അതായത് നിങ്ങളവിടെ ഇരിക്കുന്ന തന്നെ വിലയില്ലെന്നാണ് അർത്ഥം. മനസ്സിലായി? അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, അവരെന്തുമായിരിക്കും ഉള്ളിൽ ചിന്തിക്കുന്നത്, പക്ഷേ ഞാൻ ഇവന് ലോ ക്വാളിറ്റി ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചാറ്റാണ് കൊടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലപ്പോഴും റിയൽ അയക്കുന്നു അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. നിങ്ങളെന്ത് ചിന്തിക്കും, ഇവൻ എന്തുമായിരിക്കും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ റീൽ മാത്രം അയച്ച് മിണ്ടാതിരുന്ന ഇവൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുമോ എന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പോലും നിങ്ങളോട് റെസ്പെക്റ്റോ ഇൻട്രസ്റ്റോ ഇല്ല. അതായത് അവൾ ചിന്തിക്കുന്നത് അവൻ ചിന്തിച്ചാൽ എന്താ, ചിന്തിച്ചില്ലെങ്കിൽ എന്താ, അവൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും എന്താ എന്നുള്ള ഫീലായിരിക്കും. ഓക്കെ, അപ്പോൾ റിയൽ അയച്ചിരിക്കുന്ന ചാറ്റൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നല്ല മോസ്റ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു 60% ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ പല കാരണങ്ങളും ഉണ്ടായിരിക്കും അത് മാറിയത്. ഓക്കെ,
അല്ലെങ്കിൽ തുടക്കത്തിലെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, അതുകൊണ്ടും ഇങ്ങനെ ആയിരിക്കും. അപ്പം പിന്നെ ചില കേസുകളൊക്കെ അവരെക്കുറിച്ച് ഒരുപാട് പഠിക്കുമ്പോൾ മനസ്സിലാവും ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന്, അതേ ഉള്ളൂ. അല്ലാതെ മോസ്റ്റ്ലി 60% ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നിങ്ങളുടെ ടൈം വേസ്റ്റാണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാം. നിങ്ങൾ നോക്കുവാണ്, ഒരു പെണ്ണിനോട് നല്ലപോലെ മിണ്ടിക്കൊണ്ടിരുന്നതാണ്, അവൾ വഴക്കുണ്ടാക്കിയിട്ടാണ് ഒന്ന് താന്നിരിക്കുകയാണ്, ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്റ്റിക്കർ റിയാക്ഷനൊക്കെ ചെയ്യുന്നത്. ഹായ് ഇട്ടാൽ തിരിച്ച് ഹായ് ഇല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും. അവിടെ നിങ്ങൾ അവരെ ഫ്രീ ആയിട്ട് വിടുക. ഓക്കെ, ഫ്രീ ആയിട്ട് വിടാം. നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈഗോ ഒന്നും ഇല്ലാത്ത പോലെ കാണിക്കുക. നിങ്ങൾക്ക് ഈഗോ ഒന്നുമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വെറുപ്പോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ വെറുപ്പൊന്നുമില്ലാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ നമ്മളോട് മിണ്ടാത്തത് കൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു, ഈ ഒരു ഫീൽ കൊടുക്കണം. ഓക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞത് ഇതും തമ്മിൽ കൂട്ടിക്കൊഴിക്കില്ല. റീലൊക്കെ അയച്ചു തരുന്നത് അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഗിവ് അപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. അവിടെ റീലൊക്കെ അയച്ചു തരുന്നത് നിങ്ങളോട് അപ്പോഴും മിണ്ടായിരിക്കുന്നുണ്ടായിരിക്കും, അപ്പോഴത്തെ ഒരു ഇഷ്യൂ കാരണമായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ലോ ക്വാളിറ്റി അക്സെപ്റ്റ് ചെയ്താൽ ഹൈ ക്വാളിറ്റി കിട്ടത്തില്ല. ഏതാ ഞാൻ സോറി, ഇവിടെ അല്ല, ഫ്രണ്ട് വഴക്കുണ്ടാക്കുമ്പോഴല്ല, ഒറിജിനൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രഷ് നിങ്ങൾക്ക് റീലൊക്കെ അയച്ചു തരുന്നുള്ളൂ, വലിയ റെസ്പോണ്ട് ഒന്നുമില്ല, അങ്ങോട്ട് ആയിട്ടല്ലേ റിപ്ലൈ ഉള്ളൂ. ഓക്കെ, കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിച്ചോ, നീ കഴിച്ചോ എന്ന് പോലും തിരിച്ചു ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഒന്നുകിൽ അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതേ കാരണങ്ങൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ലോ ക്വാളിറ്റിയിൽ നിങ്ങൾ വീണ്ടും അവൈലബിൾ ആയിട്ട് കാണിച്ചു, അതായത് ഈ ലോ ക്വാളിറ്റി മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് വരത്തില്ല. അതായത് ഹൈ ക്വാളിറ്റി, അതായത് ചാറ്റ് ചെയ്യണമല്ലോ, നിങ്ങളോട് സംസാരിക്കണമെന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം കഴിച്ചോ ചോദിച്ചോ, ഞാൻ സാപ്പിട്ടേ നീ സാപ്പിട്ടിയാ, ഞാൻ കഴിച്ചോ നീ കഴിച്ചോ, ഇതുപോലും ചോദിക്കുന്നില്ല. ഓക്കെ, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരും. ഇപ്പം ചാറ്റിലാണെങ്കിൽ ഹായ് ഹലോ എന്താ പരിപാടി, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി പറയണം, കോളേജിൽ പോയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് റിപ്ലൈ തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ അവർ റിയാക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്, അതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാൽ ജീവിതാവസാനം വരെ ഇത് തന്നെ കിട്ടും. ഓക്കെ, മനസ്സിലായി? ഒന്നെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പറയാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തല്ലോ, അതിൽ പറയുന്നുണ്ടല്ലോ, ഓപ്പണായിട്ട് പറയണം. ആദ്യം പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, നിനക്ക് എപ്പോൾ മിണ്ടാൻ പറ്റുമോ അപ്പം നല്ലപോലെ മിണ്ടുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകണം. അതായത് ആ സെൽഫ് റെസ്പെക്റ്റ് വീഡിയോ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അത് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വിടണം. കാരണം അവിടെ ടൈം വേസ്റ്റാണ്. ഓക്കെ, അവിടെ നിങ്ങൾ എത്രത്തോളം അവൈലബിൾ ആവുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടത്തൂല, നിങ്ങളുടെ വിലയും പോവും. മനസ്സിലായി? പിന്നെ എല്ലാവരും ചോദിച്ച ഡൗട്ടാണ് ഹൈറ്റിൻ്റെ കാര്യത്തിലും ഭംഗിയുടെ കാര്യത്തിലും. എനിക്ക് ബിലോ ആവറേജ് ഭംഗിയുള്ളൂ, എനിക്ക് ഹൈറ്റ് കുറവാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കാൾ ഹൈറ്റ് കുറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ, അതിനെ ചൂസ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളെക്കാൾ ഹൈറ്റ് കുറവായതുകൊണ്ട് അവൾ നോക്കുമ്പോഴേ നിങ്ങളെ ഡോമിനൻ്റ് ആയിട്ട് തോന്നിക്കോളും. മനസ്സിലായി? അപ്പോഴെന്ത് പറ്റും? അത് നടന്നോളും. പിന്നെ ഭംഗിയുടെ കാര്യം ഇത് തന്നെ. നിങ്ങൾ നോക്കുമ്പം നിങ്ങളെക്കാളും ഭംഗി കുറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയുള്ള ഭംഗിയുള്ള പെണ്ണാണ്, അവളോട് നിങ്ങൾ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്താൽ അവൾക്ക് ഇൻട്രസ്റ്റ് വരും. മനസ്സിലായി? അവളോട് മിണ്ടുന്നു, അടുത്തടുത്ത ലെവലിലോട്ട് പോകുന്നു, എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ അവൾക്കും ഇൻട്രസ്റ്റ് വരും. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, എന്നാൽ പിന്നെ ഈ ഭംഗിയില്ലാത്ത പയ്യന്മാരെങ്ങനെ ഇഷ്ടപ്പെടുന്നത്, അവളെക്കാൾ ഹൈറ്റ് കുറഞ്ഞ പയ്യന്മാരെങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഓക്കെ, അമ്മമാരുടെ ക്യാരക്ടറാണ്. പെരുമാറുമ്പോൾ അമ്മമാരുടെ ക്യാരക്ടറിൽ ഗേൾസിന് അട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് ഇൻട്രസ്റ്റ് തോന്നും. അവർ മാലിയായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് ഒരു ഹൈറ്റുള്ള പയ്യൻ സോഫ്റ്റായിട്ട് നൈസ് ഗേ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അതേസമയം ഒരു ഹൈറ്റ് കുറഞ്ഞൊരു പയ്യനാണെങ്കിൽ പോലും അവൻ മാൻലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ആരോട് അട്രാക്ഷൻ തോന്നും? മനസ്സിലാവും? തുടക്കത്തിൽ ഈ ഹൈറ്റുള്ള പയ്യനെ കാണുമ്പോൾ ഈ പെണ്ണ് എന്ന് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ മിണ്ടുമ്പോൾ അവൻ നൈസ് ഗേ ആണെന്ന് മനസ്സിലാവും. മറ്റേ പയ്യനോട് മിണ്ടുമ്പം ഓക്കെ ഇവനാണ് നല്ലപോലെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് ആ ഹൈറ്റില്ലാത്ത പയ്യനെ തന്നെ ഇഷ്ടപ്പെടും. ഹൈറ്റ് എപ്പോഴാണ് മാറ്ററെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റ് കുറവാണ് അവളെക്കാളും, അവളുടെ തോളിൻ്റെ ഹൈറ്റ് പോലുമില്ല, അതിനേക്കാളും താഴെയാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അതൊരു മാറ്റർ ആയിരിക്കും. മെജോറിറ്റി ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഞാൻ പറയുന്നത് മെജോറിറ്റി കണക്കാണ്. അപ്പം ഹൈറ്റ് മാറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ആവറേജ് ഹൈറ്റ് മതി. അതായത് നിങ്ങൾ വളയ്ക്കാൻ നോക്കുന്ന പെണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഹൈറ്റിൻ്റെ കാര്യം. അത് ആ പെണ്ണിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണം. അവളെക്കാൾ ഒരു ഇച്ചിരി ഹൈറ്റ് കുറവാണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ഹൈറ്റ് കുറഞ്ഞാലാണ് കുഴപ്പം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നുള്ളത് വാല്യൂവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും. ഞാൻ പറഞ്ഞുതരാം, വാല്യൂവിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ലുക്കേ ഇല്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. കാരണം ആണുങ്ങൾക്ക് ലുക്കെന്ന് പറഞ്ഞ ഒരു വാല്യൂ, പെണ്ണുങ്ങളെ നോക്കുമ്പോൾ ലുക്ക് ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന് തോന്നും, ലുക്ക് ഇല്ലെങ്കിൽ പെണ്ണിന് വാല്യൂ ഇല്ലെന്ന് തോന്നും. സെക്ഷൽ അട്രാക്ഷൻ, പെണ്ണുങ്ങൾ നല്ല സെക്ഷലി അട്രാക്റ്റീവാണ്. എത്രത്തോളം സെക്ഷലി അട്രാക്റ്റീവായിട്ട് തോന്നും അത്രത്തോളം ആ പെണ്ണിന് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും, ഇല്ലെങ്കിൽ വാല്യൂ കുറവാണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഒരു പെണ്ണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ അഗളിയാണ്, ലോകത്തിലെ നല്ല അഗളിയായിട്ടുള്ളൊരു 100 പെണ്ണുങ്ങളെ എടുത്താൽ 100 പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം തോന്നത്തില്ല. ഇതാണ് സത്യമല്ലേ? സമ്മതിച്ചതാ, അതാണ് സത്യം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഇതിലെടുക്കുക. അപ്പോൾ
ഈ അഗളിയായിട്ടുള്ള പെണ്ണുങ്ങൾ ആരായിരിക്കും ഇഷ്ടപ്പെടുന്നത്? അതായത് അഗളിയാണ്, തടിച്ചിരിക്കുകയാണ്. തടിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ ആരായിരിക്കും ഇഷ്ടപ്പെടുന്നത്? വേറൊരു തടിച്ചിരിക്കുന്ന ആണിനായിരിക്കും അവരോട് ഇഷ്ടം തോന്നുക. കാരണം അവർ രണ്ടൊരു ഈക്വൽ വാല്യൂ പോലെ തോന്നും. മനസ്സിലായി? അതുപോലെ ഇപ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണാണ്, നല്ല ഞാൻ പറഞ്ഞുതരാം, പാവപ്പെട്ട ആണാണ്, അതായത് മിഡിൽ ക്ലാസ് പോലും അതിനേക്കാളും താഴെ ഒരു പിച്ചക്കാരനെന്ന് വിചാരിച്ചു. പിച്ചക്കാരനെ ഇപ്പം ഒരു 20 വയസ്സുള്ള ഒരു പെണ്ണ് ഇഷ്ടപ്പെടും. അതായത് ഒരു 20 വയസ്സുള്ള ഒരു പെണ്ണിനോട് ഒരു പിച്ചക്കാരൻ ചെന്ന് പ്രപ്പോസ് ചെയ്താൽ ഇഷ്ടപ്പെടത്തില്ല. പിച്ചക്കാരനെ ആരായിരിക്കും ഇഷ്ടപ്പെടുന്നത്? അവനെ പോലെ പിച്ചക്കാരിയായിട്ടുള്ള പെണ്ണെന്ന് ഇഷ്ടപ്പെടും. കാരണം അത് അവർ രണ്ടൊരു ഈക്വൽ വാല്യൂ പോലെ തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് ഏത് വാല്യൂ ആണോ ഉള്ളത്, നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഗേളാണ് അവൾ നിങ്ങളെ ഈക്വലായിട്ട് കാണും, അവൾ നിങ്ങളെ സ്നേഹിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് ഹൈ ക്വാളിറ്റി നല്ല സെക്ഷലി അട്രാക്റ്റീവ് ആയിട്ടുള്ള പെണ്ണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ വേണം. ഇല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഹൈ വാല്യൂ പെണ്ണിനെ വളയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ നോക്കുവാണ്, നമ്മൾ ചിലപ്പം ബിലോ ആവറേജ് ലുക്ക്, നമ്മൾ നോക്കുന്ന ഒരുപാട് ലുക്കുള്ള നല്ല ഒരുപാട് ഭംഗിയുള്ള പെണ്ണാണെങ്കിൽ അവളെ ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഒന്നെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും വാല്യൂ വേണം, മണി, ഓക്കെ, അല്ലെങ്കിൽ ഫേമസ് ആയിരിക്കണം, അങ്ങനെ ഏതെങ്കിലും വേറെ എന്തെങ്കിലും വാല്യൂ വേണം. നിങ്ങളുടെ കയ്യിൽ പറയാൻ ഒരു വാല്യൂ ഇല്ല. ഓക്കെ, അങ്ങനെ ഇരുന്നാൽ കാര്യമില്ല. അതായത് ഒരു ഗേൾ നിങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഓക്കെ, ട്രൂ ലവ് അതൊക്കെ നിങ്ങൾ വിശ്വസിക്കേണ്ട, അതൊക്കെ ഉണ്ട്. എന്നാലും മെജോറിറ്റി നടക്കുന്നത് വാല്യൂ നോക്കി തന്നെ. ഓക്കെ, ഇമോഷണൽ കണക്ഷനും അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ട് ലോകത്ത്, പക്ഷേ വാല്യൂ നോക്കിയാണ് മെജോറിറ്റി അട്രാക്ഷനും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു വലിയ മാറ്ററാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഡാൻസ് കളിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ബൈക്ക് റൈഡ്, എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് പറയാൻ വേണം. ഒരു വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾക്ക് ഗേളും വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പം നിങ്ങളുടെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഈ മോഡേൺ ലൈഫിൽ നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്, ഇത് സോഷ്യൽ മീഡിയ ഇറയാണ്. ഇവിടെ ആയിരക്കണക്കിന് ആണുങ്ങൾ പെണ്ണുങ്ങളെ വളയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണ്, നിങ്ങളുടെ അത്രയും വാല്യൂ ഉള്ള, അതായത് ലുക്ക് എടുത്താൽ ലുക്കിൻ്റെ കാര്യം എടുക്കാം, നിങ്ങളുടെ അത്രയും വാല്യൂ ഉള്ള ഒരു പെണ്ണാണെങ്കിൽ പോലും അവൾ നോക്കുമ്പോൾ നിങ്ങളെക്കാളും ബെറ്ററായിട്ടുള്ള, നിങ്ങളെക്കാളും ലുക്കുള്ള പയ്യന്മാർ വരെ അവളെ അങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്യായിരിക്കും. ഓക്കെ, അപ്പോഴേ നിങ്ങളെ നോക്കുമ്പോൾ അവളുടെ അത്ര ഈക്വൽ വാല്യൂ ആയിട്ട് തോന്നുന്നെങ്കിൽ പോലും നിങ്ങളെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടണം, നിങ്ങളെക്കാളും ബെറ്ററായിട്ടുള്ള പയ്യനെ കിട്ടുമല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ മാൻലി അല്ല, ഡോമിനൻ്റ് അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല, നിങ്ങൾക്ക് റെസ്പെക്റ്റ് പോലും കൊടുക്കുന്നില്ല, വിലയില്ലാത്തവനെ പോലെ അങ്ങോട്ടൊന്നും മിണ്ടുന്നു, എപ്പോഴും ചേസ് ചെയ്യുന്നു. ഓക്കെ, എപ്പോഴും അവൈലബിൾ ആയിട്ട് അങ്ങോട്ട് ഹായ് 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 ഹലോ ഇടുന്നു. അവൾ ലോ ക്വാളിറ്റി ചാറ്റായിരിക്കും തരുന്നത്. ഓക്കെ, അതായത് നല്ലപോലെ ചാറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവിടെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ അവിടെ എന്ത് പറ്റും? അവിടെ നിങ്ങൾ ഈക്വൽ വാല്യൂ ആയിട്ടാണ് നിങ്ങളെ കാണുന്നെങ്കിലും ഈ നിങ്ങളുടെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വില കുറഞ്ഞു വരും. നിങ്ങൾക്ക് വില തരുന്നത് കുറഞ്ഞു വരും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അംബാനിയായിട്ടിരുന്നാലും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു, ഒരുപാട് ചേസ് ചെയ്യുന്നു, ഒരുപാട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നു. ഓക്കെ, അതായത് നിങ്ങൾ പോലെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നു. അങ്ങനെ ഇരുന്നാലും അവൾ നിങ്ങൾക്ക് വില തരത്തില്ല, താഴ്ന്ന് വരും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ നല്ല ഭംഗിയുള്ള ആളുകളായിരിക്കും, നിങ്ങൾ നല്ല പൈസയുള്ള ആളുകളായിരിക്കും, നിങ്ങളുടെ പ്രൊഫൈൽ അടിപൊളിയായിരിക്കും. ഓക്കെ, വന്ന് മിണ്ടാനേ ആ പെണ്ണിന് പറ്റത്തുള്ളൂ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ വീക്കായിട്ടായിരിക്കുന്നെങ്കിൽ എന്ത് പറ്റും? ഓക്കെ, അതായത് പലരും പറയും പൂത്ത കാശുണ്ടോ പെണ്ണ് വരുമെന്ന്. പൂത്ത കാശുണ്ടോ പെണ്ണ് വരും, മിണ്ടുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ പോവും. നിങ്ങൾക്ക് നല്ല ലുക്കുണ്ട്, നല്ല ബോഡി ഉണ്ടെങ്കിൽ പെണ്ണ് വരും. പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ഇല്ലാതെ സംസാരിക്കുന്നെങ്കിൽ വേറൊരു പയ്യൻ, ലുക്കില്ലാത്ത പയ്യനാണെങ്കിൽ പോലും അവൻ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, അവൻ നല്ല ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, അവൻ പേടിയില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു വിലയില്ലാത്തതും പോലെ തോന്നും, അവന് വിലയുള്ള പോലെ തോന്നും. അതായത് അവന് ഹൃതിക് റോഷനെ പോലെ കാണും, നിങ്ങളെ വെറും പിച്ചക്കാരനെ പോലെ കാണും. ഇതാണ് സത്യം, ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം പിന്നെ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വേറൊരു ഡൗട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ തുടക്കത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടില്ല, തുടക്കത്തിൽ വഴക്കുണ്ടാക്കി ഇഷ്ടം വരത്തില്ല എന്ന് നിങ്ങൾ നോക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, തുടക്കത്തിൽ വഴക്കായിരുന്നുണ്ടായിരുന്നു, പിന്നെ അവരെങ്ങനെ കമ്മിറ്റഡ് ആയെന്ന് നിങ്ങളൊരു ചോദ്യം കാണും. നിങ്ങളത് നോക്കിയാൽ മതി. തുടക്കത്തിൽ വഴക്കുണ്ടായിട്ടിരുന്നിട്ട് പിന്നെ കമ്മിറ്റഡ് ആയെങ്കിൽ അതിനെ നോക്കുമ്പോൾ നിങ്ങൾ അവർ ഡെയിലി കാണുന്ന പോലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഓക്കെ, അതായത് തുടക്കത്തിൽ അവർ തമ്മിൽ വഴക്കായിരിക്കും, അവർ തമ്മിൽ അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും അവർ തമ്മിൽ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടായിരിക്കും. അപ്പം ആ പെണ്ണിന് മനസ്സിലായി കാണും, ഓക്കെ ഇവൻ നല്ല പയ്യൻ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല, ഇവൻ നല്ലപോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്, മാൻലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, ആളുകളോടൊക്കെ പെരുമാറുമ്പോൾ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഇതുപോലുള്ള കുറേ കാര്യം കൊണ്ട് ഇഷ്ടപ്പെടും. ഓക്കെ, അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ തുടക്കം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ട് മിണ്ടുവാണ്. നിങ്ങളിപ്പം എറണാകുളത്താണെന്ന് വെച്ചോ, എറണാകുളത്ത് നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ പോവാണ്. അതായത് നിങ്ങളുടെ നാട് കോട്ടയത്താണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എറണാകുളത്തുനിന്ന് കോട്ടയത്തോട്ട് പോകാൻ പോവാണ്. അവിടെ വെച്ചൊരു പെണ്ണിനെ കണ്ട് അവൾ കോഴിക്കോടോട്ട് പോകാൻ പോകണം. ഓക്കെ, അവിടെ വെച്ച് നിങ്ങൾ തമ്മിൽ ഉടക്കാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഉടക്കി നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടടുത്തോട്ട് പോവാണ്. നിങ്ങൾ തമ്മിൽ ഡെയിലി കാണുന്നില്ല, നിങ്ങൾ ഒരേ നാട്ടിലുള്ളവരല്ല, ഒരേ കോളേജിലുള്ളവരല്ല. അതായത് റീഫ്രഷ് ആയിട്ട് വീണ്ടും മിണ്ടാനുള്ള ടൈമില്ല.
ഇങ്ങനെയുള്ളിടത്തൊക്കെ നിങ്ങൾ ഉടക്കുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉടക്കുണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ ഫൈൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഒന്നേ സമ്മതിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശരി നീ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ എന്നുള്ള രീതിയിൽ നിൽക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. മനസ്സിലായേ? അല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ, നിങ്ങൾ വഴക്ക് എനിക്ക് ഈഗോ ഉണ്ട്, ഈ വഴക്കിൽ എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് വെച്ചാൽ വഴക്കിൽ നിങ്ങൾ ജയിക്കും, പക്ഷേ അവളെ നിങ്ങൾ ലോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇനിയുള്ളത് അതർ ഇൻറ്റൻഷൻ. അതായത് ഒരു ഗേളിനോട് നിങ്ങൾ മിണ്ടുന്നുണ്ട്, ഫ്രണ്ട് വൈബിലായിരിക്കും മിണ്ടുന്നത്, അല്ലെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അതർ ഇൻറ്റൻഷനിലാണ് അവൾ മിണ്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അപ്പം തന്നെ അവിടെ വെച്ച് ഒഴിവാക്കണം. മാക്സിമം നിങ്ങളുടെ അവൈലബിലിറ്റി കുറയ്ക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് പറഞ്ഞു എന്ന് എനിക്കിതൊരു ഡൗട്ടുണ്ട്. അതായത് മുമ്പ് വന്നൊരു യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. മുമ്പ് വന്നൊരു ക്ലയൻറ്റ്, ഓക്കെ, ആ ക്ലയൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൊളാബറേഷൻ. ഓക്കെ, കൊളാബറേഷനെ കുറിച്ച് തന്നെ ഒരുപാട് ക്ലയൻറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കൊളാബറേഷൻ അവർ രണ്ടുപേരും ഒരേ സ്ഥലത്താണ്, ഓക്കെ, ഒരേ ട്യൂഷൻ സെൻറ്റർ പോലെ. ഓക്കെ, അപ്പോൾ ഈ ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒരേ സബ്ജക്റ്റാണ്. അപ്പം ഇവർ തമ്മിൽ നേരിട്ടാണ് സംസാരിച്ചപ്പം കൊളാബറേഷൻ്റെ കാര്യം പറഞ്ഞാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം ഈ കൊളാബറേഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ പെണ്ണ് നല്ല ഇൻട്രസ്റ്റ് സംസാരിച്ചു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ഇങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പയ്യൻ വിചാരിച്ചു ഓക്കെ എന്നോട് നല്ലപോലെ മിണ്ടുന്നുണ്ട്, അപ്പം കൊളാബറേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എപ്പോഴും ഇവളോട് സംസാരിക്കുമ്പോൾ ഇവൾക്ക് താല്പര്യം കൂടും. 24 മണിക്കൂർ എപ്പോഴും ഇവളുമായിട്ട് കണക്റ്റ് ആയിട്ടിരുന്നാൽ താല്പര്യം കൂടും. ഓക്കെ, ഇവളോട് ഫ്രണ്ട് വൈബിലായാലും ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ ഒരുപാട് നേരം എന്നെ കണ്ട് താല്പര്യം വരും. ഇങ്ങനെയൊക്കെ വിചാരിച്ച് കൊളാബറേഷന് വേണ്ടി ഇവർ തമ്മിൽ ഒരുപാട് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, കൊളാബറേഷന് വേണ്ടി ഇവർ തമ്മിൽ ഒരുപാട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. ഓക്കെ, കൊളാബറേഷന് വേണ്ടിയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പയ്യന് മനസ്സിലാവുന്നില്ല കൊളാബറേഷൻ എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ്. അപ്പം വേറൊരു ഇൻറ്റൻഷനിലാണ് ഈ പെണ്ണ് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അതായത് നിങ്ങളോട് മിണ്ടുന്ന പെണ്ണ് ചിലപ്പോൾ കാശിന് ആവശ്യമുള്ളപ്പോൾ വിളിക്കും, അല്ലാത്തപ്പോൾ വിളിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ബാച്ചായിരിക്കും, ആ പെണ്ണ് വേറെ ബാച്ചായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെ വരെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ ചിലപ്പം അവളുടെ കസിനോ അല്ലെങ്കിൽ അനിയനോ ചേട്ടനോ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ അവിടുത്തെ എന്തോ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നിങ്ങളോട് എപ്പോഴും കണക്ഷൻ നിലനിർത്തും. അതായത് നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇവൾ ചോദിക്കുമ്പോഴെല്ലാം ചെയ്ത് കൊടുക്കാം, ഇവൾക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്ത് കൊടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇവൾ ഞാൻ തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ നിൽക്കും, ഞങ്ങളും എപ്പോഴും മിണ്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നോടങ്ങ് കയറി പ്രേമം വരും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്താലേ പ്രേമം വരത്തുള്ളൂ, നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചാലേ പ്രേമം വരത്തുള്ളൂ. ഓക്കെ, അതല്ലെങ്കിൽ അല്ലാതെ പ്രേമം വരണമെങ്കിൽ അവൾ ഉള്ളിൽ മറച്ചു വെച്ചിട്ട് നിങ്ങളോട് വേറെ ഇൻറ്റൻഷനിൽ സംസാരിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഇരിക്കണം. ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല. മെജോറിറ്റി നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചാലും നടക്കും. ഓക്കെ, നിങ്ങൾ അവിടെ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ അവിടെ എന്താണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എന്നെ ഫ്രണ്ട് സോൺ ഇട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നെ ഫ്രണ്ട് സോൺ കളഞ്ഞത് എന്ന് മനസ്സിലാക്കി അതവിടെ ഡെവലപ്പ് ചെയ്യണം. എന്നാലേ അത് മാറത്തുള്ളൂ. അത് പല സിറ്റുവേഷനിലും പലതായിരിക്കും. മെജോറിറ്റി ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ സിറ്റുവേഷനൊക്കെ ആയിരിക്കും. അത് കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾ അതർ ഇൻറ്റൻഷൻ, ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇവളെപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്, എപ്പോഴും എന്നെ ഇങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഫ്രണ്ട് വൈബിലാണ്. ഓക്കെ, അത് അതർ ഇൻറ്റൻഷനാണ്, യഥാർത്ഥ ഇൻറ്റൻഷൻ അല്ല. യഥാർത്ഥ ലവ് ഇൻറ്റൻഷനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയോ അല്ല, അത് ഒരു അതർ ഇൻറ്റൻഷനാണ്. നിങ്ങൾ വിചാരിക്കും ഓക്കെ കുഞ്ഞമ്മയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു, അല്ലെങ്കിൽ വേറെ ഇതൊക്കെ വരാറുണ്ട്. ഏതാ കമ്പൈൻ സ്റ്റഡി പോലൊക്കെ ക്ലയൻറ്റുകൾ വരാറുണ്ട്. അതായത് ഒരു വക്കീൽ പയ്യനായിരിക്കും, വക്കീൽ പഠിക്കുന്ന പെണ്ണായിരിക്കും. ഓക്കെ, ഇവർ രണ്ടുപേരും വക്കീൽ ലോ, അതായത് നിയമങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും